जय शंकर। ओम गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वर गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ജഗദ്ഗുരു ശ്രീ ശങ്കരാചാര്യർ രചിച്ച നിർവാണ ശതകത്തിലെ ആദ്യത്തെ 4 വരിയിൽ കൂടെ തന്നെ നമുക്ക് തുടങ്ങാം. കാരണം നമ്മുടെ പരിപാടിയുടെ പേര് തന്നെ ശിവോഹം എന്നാണ്. അപ്പോൾ അതിനേക്കാൾ ആപ്റ്റായിട്ടുള്ള ഒരു തുടക്കം നമുക്ക് കിട്ടാനില്ല. അതുകൊണ്ട് ആ 4 വരിയോട് കൂടി നമുക്ക് തുടങ്ങാം. മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം ന ച ശ്രോത്രജിഹ്വേ ന ച ഘ്രാണനേത്രേ ന ച വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. നമഃ ശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഗം ഗണപതേ നമഃ. ശ്രീ സരസ്വതേ നമഃ. മഹാദേവ. ശ്രീ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഇരുന്നരുളുന്ന ശ്രീ മീനാക്ഷി സുന്ദരേശ്വരന് പാദങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്, ജഗദ്ഗുരു ആദിശങ്കരാചാര്യരുടെ പാദങ്ങളിൽ കൂടി പ്രണാമമർപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന ഇവരുടെ എല്ലാം പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആദിശങ്കര ഭഗവത്പാദരുടെ മണ്ണിൽ ഈ പ്രസ്ഥാനത്തിന് ആദിശങ്കര ഫൗണ്ടേഷന് ഒരു ആസ്ഥാനം നമുക്ക് ഭഗവാന്റെ ദേവിയുടെയും ഗുരുക്കന്മാരുടെയും എല്ലാം അനുഗ്രഹം കൊണ്ട്, നമ്മുടെ എല്ലാം സഹകരണം കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ ശ്രീ ശങ്കര ഭഗവത്പാദർ ഈ നിർവാണ ശതകത്തിലുടനീളം ഉപനിഷത്തുക്കളുടെയും വേദങ്ങളുടെയും പൊരുളായ ശിവോഹം എന്ന ആ സത്യം അത് ഇതിൽ മുഴുവൻ മുഴങ്ങിക്കേൾക്കാം. അതേപോലെ തന്നെ ഓരോ ശാസ്ത്രം, സനാതന ധർമ്മം അധിഷ്ഠിതമായിരിക്കുന്ന ഓരോ ശാസ്ത്രത്തിലും ഇത് ഡയറക്റ്റായിട്ടും നേരിട്ടും അല്ലാതെയും ഇൻഡയറക്റ്റായിട്ട് ഒളിപ്പിച്ചു വെച്ചിട്ടും ഈ സത്യം എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ നമുക്ക് അത് മനസ്സിലാക്കാനുള്ള വളർച്ച എത്തിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ എന്ന് മാത്രം. അപ്പോൾ ശിവോഹം എന്താണ്? ഈ ശിവൻ എന്ന പദം നമുക്കെടുത്ത് നോക്കാം. ശിവൻ എന്ന പദം അതൊരു പേരല്ല, അത് ഒരു പദവിയാണ്, ഒരു സ്ഥാനമാണ്, മഹത്തായ ഒരു സ്ഥാനം. ആ സ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ സത്യത്തിൻ്റെ പൊരുൾ അറിഞ്ഞ ഒരു ജീവൻ എത്തിച്ചേരുന്ന ഒരു പദമാണ് ശിവൻ. ശിവൻ എന്ന് പറയുന്നത് ആ പദവി. ആ പദവിയിൽ എത്തിയിരിക്കുന്ന ആളെയാണ് മഹാത്മാക്കൾ, ആത്മസാക്ഷാത്കാരം നേടിയ ജ്ഞാനികൾ എന്ന് പറയുന്നത്. അപ്പോൾ ശിവഭഗവാൻ എന്ന് പറയുന്നത് ജനനമില്ലാത്ത, ഇത് ശിവഭഗവാൻ എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരാളായി ഒരു സർപ്പ ഒക്കെ കണ്ഠത്തിൽ ധരിച്ച് ചന്ദ്രകല ശിരസിൽ ധരിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരാളായിട്ട് നമ്മൾ കാണരുത്. നമ്മുടെ ആത്മാവ്, നമ്മുടെ ഉള്ളിൽ നമ്മളുടെ സ്വരൂപമായി വിളങ്ങുന്ന ആത്മാവ് തന്നെയാണ് ശിവൻ.
അതാണ് ശിവോഹം ശിവോഹം എന്ന് നമുക്ക് ശരിക്കും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശങ്കര ഭഗവത്പാദർ പറയുന്നു ശിവോഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ശരീരത്തെക്കുറിച്ചാണോ പറയുന്നത്? അല്ല, സ്വരൂപം. അപ്പൊ അദ്ദേഹത്തിൽ ഏതൊരു വസ്തുവാണോ അത് പറയാൻ പ്രാപ്തമായിരിക്കുന്ന ജ്ഞാനമുള്ളത്, അതേ ജ്ഞാനം, ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പൊ നമ്മളിപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം. കാരണം പല കാര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതില്. ഈ ഭഗവാന്റെ ശങ്കര ഭഗവത്പാദർ ശിവോഹം എന്ന് നമ്മൾക്ക് ചൊല്ലി കേൾപ്പിച്ചു. ആ പറയാൻ പ്രാപ്തമായിരിക്കുന്ന, അത് പറയണമെങ്കിൽ ആലോചിച്ച് നോക്കൂ, ഭഗവാനാണ് ഞാൻ, ഐ ആം ദാറ്റ്, അഹം ബ്രഹ്മാസ്മി. ശിവോഹം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? അഹം ബ്രഹ്മാസ്മി. അത് പറയാൻ അദ്ദേഹത്തെ പ്രാപ്തമാക്കിയിരിക്കുന്ന ഏതൊരു ജ്ഞാനം, ഏതൊരു പൊരുളാണ് ഉള്ളത്, ആ പൊരുൾ നമ്മുടെ ഉള്ളിലുണ്ട്, അതേപോലെ ഉണ്ട് നമ്മുടെ ഉള്ളിലും. അപ്പൊ നമ്മളുടെ ശ്രദ്ധ പല സ്ഥലങ്ങളിലായി വ്യാപിച്ചു കിടക്കണം. അതുകൊണ്ട് നമ്മൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രം. അപ്പോൾ ശിവോഹം, അപ്പൊ ശിവോഹം എന്ന് പറഞ്ഞ ഒരു ഭക്തൻ തുടങ്ങുന്നത് എവിടെയാണ്? ഭഗവാനെ, അവിടെ നിന്നാണ് എല്ലാം, ഭഗവാനെ അവിടുത്തെ ദാസനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും തുടങ്ങുന്നത്. പിന്നെ നമ്മൾക്ക് നമ്മുടേതായ പല പല ബുദ്ധിമുട്ടുകളും, നമ്മളൊക്കെ ഗൃഹസ്ഥാശ്രമികളാണ്, പല പല ബുദ്ധിമുട്ടുകൾ വരും. അപ്പോഴൊക്കെ നമുക്ക് വിളിക്കാൻ ഒരാളാണ് ഭഗവാൻ എന്നുള്ള മട്ടിലാണ് തുടങ്ങുന്നത്. നമ്മൾ അർത്ഥാർത്ഥിയായിട്ടും പുത്രാർത്ഥിയായിട്ടും വിദ്യാർത്ഥിയായിട്ടും ഒക്കെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോഴെങ്കിലും അത് കുറച്ചും കൂടി ഉന്നതമായ ഒരു ലെവലിലേക്ക് പോകണം. അതാണ് ഭഗവാനെ ഞാനും, അത് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞ് നമ്മൾ അത് നീയാണ് എന്ന് പറയുന്ന അതിന് പകരം നമ്മൾ അഹം, ഐ ആം ദാറ്റ്, അഹം ബ്രഹ്മാസ്മി ശിവോഹം, ശിവോഹം എന്ന് നമ്മൾ പറയേണ്ട ആ ഒരു അവസ്ഥ. പറയാനല്ല, വായിക്കൊണ്ട് പറയുന്നതിൽ അർത്ഥമില്ല, അത് അനുഭവമില്ലെങ്കിൽ. അപ്പോൾ അത് അനുഭവിച്ച്, സത്യം അനുഭവിച്ച്, അത് ഞാൻ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്ന ആ ആനന്ദത്തിൽ എത്തിച്ചേരാൻ, അതാണ് ഒരു ആത്മാന്വേഷണം ചെയ്യുന്ന ഒരു സാധകന്റെ ലക്ഷ്യവും. അതാണ് ഏറ്റവും വലിയ മഹത്തായ ലക്ഷ്യം എന്ന് പറയുന്നത്. ഒരു മനുഷ്യജന്മം കിട്ടുന്നതിൻ്റെ തന്നെ ഏറ്റവും നന്നായി നമ്മളൊരു മനുഷ്യജന്മം ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ്. ശിവോഹം എന്നുള്ള ആ ഒരു പദത്തിലേക്ക് എത്താൻ വേണ്ടി, ആ ഒരു ശിവൻ എന്ന ആ പദവിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഉള്ള ഒരു യാത്രയാണ്. ഭഗവാനെ അത് നീയാണ് എന്ന് തുടങ്ങുന്ന സ്ഥലത്തുനിന്ന് ഭഗവാനെ ഞാനും ഭഗവാനും ഒന്ന് തന്നെയാണല്ലേ, ഒരു വ്യത്യാസം ഇല്ലല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് ആ ആനന്ദത്തിൽ എന്നാലും അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാലും നമ്മൾ അമ്പലങ്ങളിൽ പോവും, നമ്മൾ പ്രാർത്ഥന നടത്തും, നമ്മൾ സാധന നടത്തും, എല്ലാം ചെയ്യും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ വേർതിരിവില്ല. പെയിൻ ഓഫ് സെപ്പറേഷൻ എന്ന് പറയും. നമ്മൾ അതറിയുന്നത് വരെ നമ്മൾ തേടിക്കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൽ ഓരോ ഭാഗത്തായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ശിവോഹം എന്നുള്ള അവസ്ഥ അനുഭവിക്കാൻ ഭഗവാൻ നമ്മളെയൊക്കെ അനുഗ്രഹിച്ച് അതിന് പ്രാപ്തരാക്കട്ടെ. നമ്മളെ മനസ്സിൻ്റെ ഇന്ദ്രിയങ്ങളെയൊക്കെ നിഗ്രഹം ചെയ്ത് മനസ്സിൻ്റെ രാഗദ്വേഷങ്ങളൊക്കെ കുറച്ച് ഉള്ളിലുള്ള ആ സത്യത്തെ അറിയാൻ നമ്മളെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം പ്രാപ്തരാക്കട്ടെ പരമ്പരയിലുള്ള എല്ലാ ഗുരുക്കന്മാരും. അതേപോലെ തന്നെ ഭഗവാൻ ശ്രീ മീനാക്ഷി സുന്ദരേശനും, മീനാക്ഷി ദേവിയും സുന്ദരേശൻ ഭഗവാനും എല്ലാവരും ഇതിനെ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ഒന്ന് നന്നായി പ്രാർത്ഥിക്കുക. നമ്മൾ ശ്രീ ഹാലാസ്യത്തിൽ സുന്ദരേശ്വരനെ സ്തുതിക്കുന്ന ഒരു ശ്ലോകം ചൊല്ലി നമുക്ക് തുടങ്ങാം. നമസ്സുന്ദരനാഥായ തസ്മൈ ഹാലാസ്യവാസിനേ ചതുഷ്ഷഷ്ടിവിധാ ലീലാ യേനാകരി ഭുവസ്ഥലേ ഐശ്വര്യം പരമം തത്വമാദിമധ്യാന്തവർജിതം ആധാരം സർവഭൂതാനാം അനാധാരമവിക്രിയം അനന്താനനുബോധാംബുനിധിം അദ്ഭുതവിക്രമം അംബികാപതിമീശാനം പ്രണമാമ്യഹം. ശ്രീമത്സുന്ദരനാഥസ്യ ദേവീ ശങ്കരലോചനം കലയേ ഹൃദയേ നിത്യം കദംബവനവാസിം.
അങ്ങനെ നമ്മൾ ഈ ഒരു സംരംഭം തുടങ്ങാൻ എങ്ങനെയാണ് ഒരു പ്രചോദനം കിട്ടിയതെന്ന് ആദ്യം ഒന്ന് ഷെയർ ചെയ്തിട്ട് നമുക്ക് പോവാം. ഒരു 41 ദിവസം ഒരു മണ്ഡലകാലം മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ പോയി ഇരുന്ന് സാധന ഭജന ഇരുന്ന് സാധന ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗ്യം ഭഗവാൻ ദേവി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇരുന്ന സമയത്ത് അവിടെ നമ്മുടെ ഒരു ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ സാധനയൊക്കെ കഴിഞ്ഞ് രാത്രിയാണ് പള്ളിയറ പൂജ എന്ന് പറഞ്ഞിട്ട് ഭഗവാനെയും ദേവിയെയും ഒരു മണിയറയിലാക്കിയിട്ട് ഒരു നിദ്രയ്ക്ക് കിടത്തുന്ന ഒരു ചടങ്ങുണ്ട്. പള്ളിയറ പൂജ പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. അവിടെ നിന്ന് അതെന്ന് പറഞ്ഞാൽ വളരെ വിശേഷമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് പള്ളിയറ പൂജ. അതപ്പോൾ രാവിലെ ഭഗവാനെ എഴുന്നള്ളിച്ച് ഭഗവാന്റെ ആ ശ്രീകോവിലേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് പൂജകളും എല്ലാം കഴിഞ്ഞ് സന്ധ്യ രാത്രി ആയിക്കഴിഞ്ഞ് ഒരു 9 മണിയൊക്കെയാണ് സാധാരണ ഉണ്ടാവില്ല, തിരക്കുള്ള ദിവസം മാറും. അപ്പോൾ ആ സമയത്ത് ഇവിടെ കുറച്ചാളുകൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. ഭഗവാനും ദേവിയും ഒരു ആട്ടുകെട്ടിൽ ഇരുത്തിയിട്ട് ആദ്യം ആട്ടി ഇങ്ങനെ പല പല കീർത്തനങ്ങളൊക്കെ പാടി സന്തോഷിപ്പിച്ച് ഉറക്കാൻ കിടത്തുന്ന ഒരു ചടങ്ങാണ്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് രാത്രി തിരിച്ചു വരിക. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം പള്ളിയറ പൂജയിൽ ഇരിക്കുന്ന സമയത്താണ് മനസ്സിലിങ്ങനെ വന്നത് ഈ ഭഗവാന്റെ കഥകൾ ഇങ്ങനെ പാട്ടുകളായിട്ട് പാടും അവിടെ. അപ്പോൾ അവിടെ ശിവ അടിയാളന്മാരുണ്ട്. അപ്പോൾ അവർ ശിവഭഗവാനെ മാത്രം പൂജിക്കുന്നവരാണ്. അവരതാണ് വ്യത്യാസം. ശിവ ഉപാസകന്മാരും ശിവ അടിയാളന്മാരുമുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ അവർ ശിവനെ മാത്രമേ ഉപാസിക്കുള്ളൂ. അപ്പോൾ അവർ എല്ലാം സർവാത്മന ഭഗവാനെ പൂർണ്ണ സമർപ്പണം ചെയ്തവരാണ് അവർ. അപ്പോൾ അങ്ങനെയുള്ള കുറേ ശിവാടിയാളന്മാരൊക്കെ ആയിട്ട് പരിചയപ്പെട്ടു. അവർ രാത്രി പള്ളിയറ പൂജ കഴിഞ്ഞ് അവർ കഥ പറഞ്ഞു തരും. ഇങ്ങനെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ നടന്ന ലീലകൾ ഇതൊക്കെയാണെന്ന്. അത് കേട്ട് അതെങ്ങനെയാണെന്ന് അറിയില്ല, കുറേ ദിവസങ്ങൾ അങ്ങനെ കേട്ടപ്പോൾ അത് വല്ലാത്തൊരു നല്ലൊരു അനുഭവമായിരുന്നു അത്. അപ്പോൾ മനസ്സിലിങ്ങനെ അത് ഉറച്ചു. ഈ ലീലകളെ പറ്റി നമ്മുടെ നാട്ടിൽ ആളുകൾക്ക് പലർക്കും അറിയില്ല. അപ്പോൾ ഇതൊന്ന് പോയി പറയണം. ഇത് ഭഗവാന്റെ കഥകൾ പറയാൻ എന്തൊരു സന്തോഷമല്ലേ. അപ്പോൾ അതിനുള്ള അവസരങ്ങളൊന്നും പാഴാക്കരുത് എന്നാണ് ഒരു മനസ്സിലുള്ള സങ്കല്പം. അപ്പം അതാണ് ഇതിന് പിന്നിലുള്ള പ്രചോദനമായിട്ടുള്ള ഒരു കാര്യം. പല പല അനുഭവങ്ങളും തന്ന് ഭഗവാൻ അവിടെ പോയി ഭജന ഇരുന്ന കാലത്ത് എന്ന് പറയുമ്പോൾ വളരെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു 41 ദിവസങ്ങളായിരുന്നു അത്. അപ്പോൾ അത് പറ്റുന്നവരൊക്കെ പോയി സാധന ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അവിടെ പോയി ഇരുന്ന് സാധന ചെയ്താലുള്ള ഗുണങ്ങൾ എന്താണെന്ന് നമ്മളിപ്പോൾ ഇത് വായിക്കുന്ന സമയത്ത് മനസ്സിലാവും, കഥകൾ വായിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ 64 ലീലകളാണിത്. അതിൽ നമ്മളിപ്പോൾ 10 ദിവസം കൊണ്ടെന്ന് പറയുമ്പോൾ ഓരോ ദിവസം ഒരു 8 കഥകളെങ്കിലും പറയേണ്ടി വരും. ചിലതൊക്കെ നമ്മൾ ഷോർട്ടാക്കി പറയും, ചിലത് വിശദമാക്കി പറയാനുള്ള കഥകളാണ്. അപ്പം അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ പ്രധാനപ്പെട്ട പുണ്യക്ഷേത്രങ്ങൾ 68 പുണ്യക്ഷേത്രങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പുരാണങ്ങൾ പറയുന്നു. അതിൽ 16 ക്ഷേത്രങ്ങളാണ് കുറച്ചും കൂടി പ്രധാനപ്പെട്ടത്. അതിൽ തന്നെ 4 ക്ഷേത്രങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങൾ. അതാണ് പറയാൻ പോകുന്നത്. ഒന്ന് കാശി ക്ഷേത്രം, കാശി വിശ്വനാഥ ക്ഷേത്രം. രണ്ടാമത്തത് ശ്രീകാളഹസ്തി. മൂന്നാമത്തത് ചിദംബരം. നാലാമത്തത് ഹാലാസ്യം. ഈ ഹാലാസ്യം എന്ന് പേര് വരാൻ കാരണം പറഞ്ഞത് ഏതൊക്കെയാണ്? കാശി, ശ്രീകാളഹസ്തി, ചിദംബരം, ഹാലാസ്യം. അപ്പോൾ ഈ ഹാലാസ്യം എന്നുള്ള പേര് വരാൻ കാരണം എന്താണെന്ന് പറയുന്നുണ്ട്. ശിവഭഗവാൻ അമ്പിളിക്കല ചൂടിയിട്ടാണ് അല്ലെ. അമ്പിളിക്കലയിൽ നിന്ന് വരുന്ന അമൃതമാകുന്ന പീയൂഷം അത് ഒഴുകി, അങ്ങനെയാണ്. ഹാലം എന്ന് പറഞ്ഞാൽ മുഖമാണ്. അപ്പോൾ ഹാലം എന്ന് പറഞ്ഞാൽ വിഷം എന്നാണ് അർത്ഥം. ഹാസ്യം എന്ന് പറഞ്ഞാൽ മുഖം. അപ്പോൾ ആ ഭഗവാന്റെ ആ ചന്ദ്രക്കലയുടെ പ്രകാശത്തോടു കൂടി ആ പ്രകാശത്തിൽ ഒഴുകിയ മധുരമായ പീയൂഷത്തിൻ്റെ ആ ഒരു പേരാണ് ഹാലാസ്യം എന്നിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പം കൈലാസം എന്ന് പറയുന്നത് ഇതിലേക്കാളൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇത് ക്ഷേത്രങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ കൈലാസത്തിൽ എത്തുന്ന ആളുകൾ നമ്മൾ കഥ തുടങ്ങുന്നത് കൈലാസത്തിലാണ്. അപ്പോൾ ആ കൈലാസം എന്ന് പറയുമ്പോൾ അറിവ് തേടി വരുന്നവർക്ക്
നിഗൂഢ ജ്ഞാനത്തിൻ്റെ അനന്ത സ്രോതസ്സാണ് കൈലാസം. നമുക്കൊരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അവിടെ എന്തൊക്കെ നടക്കുന്നു. അവിടെ കോടാനുകോടി മുനിമാർ തപസ് ചെയ്ത സ്ഥലമാണ്. ഭഗവാന്റെ ഭഗവാൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളിലും പുറത്തുമായിട്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ചില എനർജി കൂടുതലും കുറവുമായിട്ട് നമുക്ക് കാണാം. അതാണ് നമുക്ക് ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ കിട്ടുന്ന ആ ശാന്തി എന്ന് പറയുന്നത്, അനുഭവിക്കുന്നത്. അപ്പോൾ കൈലാസത്തിൽ ഒരുപാട് അങ്ങനെയുള്ള എനർജിയുള്ള സ്ഥലമാണ്. കാരണം ഭഗവാന്റെ ആവാസസ്ഥാനമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അത് തുടങ്ങുന്നത്, ഇത് ഈ ഹാലാസ്യ മഹാത്മ്യം എഴുതിയിരിക്കുന്നത് പരംജ്യോതി മുനിവർ എന്ന് പറയുന്ന ഒന്ന് പേരായ ഒരു കവിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ തിരുവിളയാടൽ എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട്, ശിവാജി ഗണേശൻ ജിയൊക്കെ അഭിനയിച്ചതാണ്. അപ്പോൾ അത് പറ്റുമെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം. അതിലും ഈ കഥകളൊക്കെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അത് ആ തിരുവിളയാടൽ പുരാണം എന്നുള്ള ഗ്രന്ഥം പിന്നെ സംസ്കൃതത്തിലേക്ക് നീലകണ്ഠ ദീക്ഷിതർ എന്ന ഒരു കവി വിവർത്തനം ചെയ്തു, ട്രാൻസ്ലേഷൻ ചെയ്തു. പിന്നെ അത് മലയാളത്തിലേക്ക് ചാത്തുക്കുട്ടി മന്നാടിയാർ എന്ന് പറഞ്ഞിട്ടുള്ള മലയാളം കവി, അത് പദ്യരൂപത്തിലാണ് ഉള്ളത്. പിന്നെ അത് പിന്നെ വിവർത്തനങ്ങൾ പല തരത്തിലുണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെയാണ് അതിന് മൂലമായിട്ടുള്ള ഗ്രന്ഥത്തിൻ്റെ വഴി വരുന്നത്. പിന്നെ 57 ക്ഷേത്രങ്ങൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതുണ്ട്. പ്രധാനപ്പെട്ട 4 നായനാന്മാർ എന്ന് വെച്ചാൽ ശിവഭഗവാനായിട്ട് അത്രയും അവർ ഇഴുകിച്ചേർന്ന് ഭഗവാന്റെ, നമ്മൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ ഭഗവാന്റെ ശ്രീകോവിലിന്റെ മുമ്പിലേക്ക് പോകുന്ന സമയത്ത് ഭഗവാന്റെ ഭക്തന്മാരെയും തന്നെ പോലെ തന്നെ ആദരിക്കണമെന്ന് നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ഈ നായനാന്മാരൊക്കെ 63 നായനാന്മാരുടെ അവരുടെ വിഗ്രഹങ്ങളും അവിടെ പൂജകളും എല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഭഗവാന്റെ ശ്രീകോവിലിന്റെ തൊട്ട് ഇടത് ഭാഗത്തായി നിറയെ അവരുടെ പ്രതിഷ്ഠകളാണ് ഉള്ളത്. വലത് ഭാഗത്തായിട്ട് രജതസഭ വരും. അവിടെയാണ് പതഞ്ജലി മഹർഷിക്ക് താണ്ഡവ നൃത്തം കാണിച്ചു കൊടുത്ത സ്ഥലം. അപ്പം ഇത് അങ്ങനെ അതിൽ പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ പറയാൻ പോകുന്ന കഥകളിൽ പ്രധാനപ്പെട്ട 2 കവികളാണ് മാണിക്യവാചകരും തിരുജ്ഞാന സമ്പന്നരും. ഒരുപാട് എല്ലാവരും കേട്ടിട്ടുണ്ടാവും അവരുടെ പേരുകൾ. തിരുവാസരം മാണിക്യവാചകരുടെ കൃതിയാണ്. അപ്പോൾ അതിൽ അവരെ പറ്റിയൊക്കെ ഉള്ള കഥകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് തൊട്ട് പോവാ അതൊക്കെ. പിന്നെ അങ്ങനെ കഥ തുടങ്ങുന്നത് കൈലാസത്തിൽ സർവപർവ്വതങ്ങൾക്കും സാർവഭൗമനായ പർവ്വതമാണ് ശ്രീ കൈലാസം എന്നുള്ളത് ലോകപ്രസിദ്ധമത്രേ. അങ്ങനെ സർവജ്ഞാലയമാണത് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു രൂപം വർണ്ണിക്കുകയാണ്. ധവളിമ കൊണ്ട് വെളുത്ത പ്രകാശം. അപ്പം ആ മഞ്ഞിൽ തട്ടിയിരിക്കുന്ന, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഫോട്ടോസൊക്കെ, ഈ മഞ്ഞിൽ ഇങ്ങനെ സൂര്യപ്രകാശം തട്ടിയിട്ട് ഇങ്ങനെ അതിൻ്റെ പ്രകാശം സ്വർണ്ണവർണ്ണമായിട്ടുള്ള പ്രകാശത്തിലുള്ള പർവ്വതങ്ങൾ ഒരുപാട് നിരന്നിരിക്കുന്നുണ്ടാവും. മറ്റൊരു വശത്ത് ആ സൂര്യപ്രകാശം നേരിട്ട് പതിക്കാത്ത ഒരു ഭാഗം ഉണ്ടാവും. അവിടെ വെളുത്ത പ്രകാശം, അതിങ്ങനെ നല്ല തിളങ്ങി നിൽക്കുന്ന വജ്രത്തിൻ്റെ പ്രകാശം എന്ന് വേണേൽ പറയാം. അങ്ങനെ ധവളിമ പരത്തി നിൽക്കുന്ന ഒരുപാട് പർവ്വതക്കെട്ടുകൾ ഇങ്ങനെ കാണുകയാണ്. നമ്മളിപ്പോൾ പോവുകയാണ് അങ്ങോട്ടേക്ക്. അപ്പോൾ അതിൻ്റെ മധ്യത്തിലായിട്ട് നിൽക്കുന്നു തല ഉയർത്തി നിൽക്കുന്ന മേരുശൃംഗം. അപ്പോൾ അങ്ങനെ അവിടെ ഈശാന ദിക്കിലാണ് അത് വരുന്നത്. പിന്നെ ഓരോ സൈഡിലൂടെ ആയിട്ട് പാല് നിറഞ്ഞ നദികൾ ഒഴുകുന്നു. ഒരു ഭാഗത്ത് നെയ്യ് നിറഞ്ഞിട്ടുള്ള നദികൾ ഒഴുകുന്നു. ഒരു ഭാഗത്ത് തൈര് കൊണ്ടുള്ള അങ്ങനെയുള്ള നദികൾ ഒഴുകുന്നു. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അതിനൊക്കെ ദൂരത്ത് കുറച്ച് ഉയരത്തായിട്ട് കാണാം. നമുക്ക് ഉയർന്നു നിൽക്കുന്ന, തലയുയർത്തി നിൽക്കുന്ന ഒരു പ്രാസാദം. അവിടെയാണ് ശ്രീ ശങ്കര ഭഗവാനും ദേവിയും ഇരിക്കുന്ന സ്ഥലം അവിടെയാണ്. അപ്പോൾ അവിടെ ശ്രീകണ്ഠ പരമേശം എന്നാണ് ആ പേര് അറിയപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും പ്രശോഭിതമായിട്ടുള്ള പ്രാസാദമാണത്. അവിടെ അതിൻ്റെ ഗോപുരത്തിൻ്റെ മുകളിലൊക്കെ നിറയെ രത്നങ്ങളും ഗോമേതകവും പുഷ്യരാഗവും മരതകവും തുടങ്ങി അനവധി രത്നക്കല്ലുകളും എല്ലാം പിടിപ്പിച്ച് അത് അലങ്കരിച്ച്. അപ്പം ഒന്ന് ചിന്തിച്ച് നോക്കൂ, ബാക്ക്ഗ്രൗണ്ടിൽ മുഴുവനും വെളുത്ത ധവളിമ പടർന്ന ഈ പ്രകാശം പരത്തുന്ന പർവ്വതങ്ങൾ, വെളുത്ത നിറത്തിലുള്ള
അതിൻ്റെ കുറച്ച് ഉയരത്തായിട്ട് ഉയർന്നു നിൽക്കുന്ന ഗോപുരം, സ്വർണ്ണ ഗോപുരം, അതിൽ നിറയെ രത്നക്കല്ലുകൾ പതിച്ചിരിക്കുന്നു. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു പ്രാസാദം അതാണ് നമ്മൾ കാണുന്നത്. ഗോപുരദ്വാരങ്ങളുള്ളതിൻ്റെ മധ്യേ നല്ലൊരു പീഠത്തിൽ മാരവൈരിയായ ഈശ്വരൻ്റെ മഹാലിംഗം സ്ഥിതി ചെയ്യുന്നു. ശ്രീകരവും സ്വയംഭൂതവും സർവ്വദേവതാമയവുമായ അതിൻ്റെ നാമധേയം ശ്രീകണ്ഠ പരമേശമെന്നാണ്. വിഷ്ണു, ബ്രഹ്മാവ്, ദേവന്മാർ, മുനിശ്രേഷ്ഠന്മാർ ഇവരെല്ലാവരും ഭഗവാനെ അവിടെ ഈ ശിവലിംഗത്തിൽ ആ ഗോപുരം കടന്ന് നമ്മൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഒരു വിശാലമായ ഒരു ഹാളാണ് കാണുക, ഒരു വിശാലമായ ഒരു മുറി. അതിൻ്റെ മധ്യത്തിലായിട്ട് ഒരു പീഠത്തിൽ ഭഗവാന്റെ ആ ലിംഗം, ശിവലിംഗം വെച്ചിരിക്കുന്നു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ശിവതീർത്ഥമുണ്ട്. അപ്പോൾ ഈ ശിവലിംഗത്തെ പൂജിച്ചുകൊണ്ട് ഇവരെല്ലാവരും ഇരിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഒരു മാറിക്കൊണ്ട് ഒരു ശിവതീർത്ഥം സ്ഥിതി ചെയ്യുന്നുണ്ട്. ശിവത്തെ ദാനം ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ ശിവതീർത്ഥം എന്ന് വിളിക്കുന്നത്. അങ്ങനെ അവിടെയാണ് ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവിടെ ഒരു മണ്ഡപമുണ്ട്. അതിന് സഹസ്രസ്തംഭങ്ങൾ, 1000 കാലുള്ള മണ്ഡപമാണിത്. അവിടെ ഒരു സൂതമാമുനി എന്ന പേരായിട്ടുള്ള ഒരു മഹർഷി വര്യൻ, വ്യാസശിഷ്യനാണ്. അദ്ദേഹം ഇരുന്ന് തപസ് ചെയ്യുന്നുണ്ട്, പൂജകൾ ചെയ്യുന്നുണ്ട്, ശിവധ്യാനം ചെയ്യുന്നു. അങ്ങനെ ഭസ്മരുദ്രാക്ഷമാലകളാൽ അലങ്കൃത കളേബരനും, ദേഹം മുഴുവൻ ഭസ്മം ധരിച്ചിട്ടുണ്ട്, രുദ്രാക്ഷങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്ഥൂലകണ്ഠനും മഹാവീര്യനും അങ്ങനെയൊക്കെ വിശേഷണം കൊടുത്തിട്ടുണ്ട്. തപോനിഷ്ഠനാണ്. അങ്ങനെയുള്ള സൂതമാമുനി ഇരുന്ന് തപസ് ചെയ്യാണ്. അപ്പോൾ അവിടെ കുറച്ച് മുനിമാർ എത്തുകയാണ് സൂതമാമുനിയുടെ അടുത്തേക്ക്. അത് അവരുടെ പേര് ഇതാണ്: കൈവല്യപ്രിയൻ, യോഗനിഷ്ഠൻ, ശിവപ്രിയൻ, ജലാശി, ഇങ്ങനെയുള്ള ജീർണപർണാശിയുമായ ജലാശിയും ജീർണപർണാശ്രമിയുമായിട്ടുള്ള ജീർണമായിട്ടുള്ള ഒരു പർണത്തിൽ ജീവിക്കുന്ന അങ്ങനെയുള്ള ജിതക്രോധമുനിയും, ഇങ്ങനെ കുറേ മുനിവര്യന്മാർ സൂതമാമുനിയുടെ അടുത്തെത്തി ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അവർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ പ്രണാമം ചെയ്ത് പ്രാർത്ഥിച്ചു. വന്യകുണ്ടത്തിൽ ജനിച്ചവനും വേദപാരംഗതനുമായ സൂതമാമുനെ, ഞങ്ങൾക്കൊരു സംശയമുണ്ട്. സംശയം ഇതാണ്: ഈ ഭൂലോകത്തിൽ ഏറ്റവും മഹാദേവന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായ ക്ഷേത്രം ഏതാണ്? അവർക്ക് ഏറ്റവും സാന്നിധ്യമുള്ള ക്ഷേത്രത്തിൻ്റെ പേരാണ് പറയേണ്ടത്. അപ്പോൾ ഉത്തമവും പുരാതനവും ആനന്ദവനം എന്ന കാശിയിൽ വെച്ച്, പാപനാശനം ഒക്കെയുള്ള കാശിയിൽ വെച്ച് അഗസ്ത്യ മഹർഷി വസിഷ്ഠാദി മുനികളോട് പണ്ട് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അവർ പറയാണ്, ഈ മുനിമാർ പറയാണ്, പണ്ട് കാശിയിൽ വെച്ചിട്ട് അഗസ്ത്യ മാമുനി വസിഷ്ഠ മഹർഷി ഇത്യാദികൾ ഗുരുവര്യന്മാർക്ക് ഈ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നറിയാം. ഇതൊരു വലിയൊരു കഥയാണ്. ഇത് ഒരൊറ്റ വാക്കിൽ ഉത്തരം പറയേണ്ടതല്ല. അപ്പോൾ കാരണം എന്തുകൊണ്ടാണ് ഈ സ്ഥലത്തിൻ്റെ മാഹാത്മ്യം എന്നും കൂടി പറയണമല്ലോ, അപ്പോഴല്ലേ അതിന് അർത്ഥം വരുള്ളൂ. അപ്പോൾ പറയും. പക്ഷേ അന്നത് പറഞ്ഞപ്പോൾ അപ്പം അത് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. അതുകൊണ്ട് എനിക്കറിയാം. സൂതമാമനിക്ക് എങ്ങനെയാണ് അറിയുന്നത്? അന്ന് അഗസ്ത്യ മഹർഷി പറഞ്ഞത്. അപ്പം നമ്മളിപ്പോൾ ഭഗവത്ഗീത എടുത്ത് നോക്കിക്കഴിഞ്ഞാലും സഞ്ജയൻ ഇങ്ങനെ ധൃതരാഷ്ട്രക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് അല്ലേ, ഒരു കമൻട്രി പോലെയാണ് പറയുന്നത്. അപ്പം അതുപോലെ ജ്ഞാനദൃഷ്ടിയുള്ള ഋഷിമാർ ആയിരിക്കണം വരെ. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് അത് ഉണ്ടായത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അഗസ്ത്യ മഹർഷി വസിഷ്ഠാദി മുനികൾക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഹാലാസ്യ മാഹാത്മ്യം ഞാനിപ്പോൾ പറയാമെന്ന് പറയാണ്. അപ്പോൾ ഹാലാസ്യം എന്നുള്ള പേര്, അപ്പോൾ മധുര എന്നല്ല ഹാലാസ്യം എന്നാണ് ഇതിലൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷമാണ് മധുര എന്നുള്ള പേര് വന്നത്. അപ്പോൾ പറയാൻ തുടങ്ങുകയാണ്. ഇത് അഗസ്ത്യ മഹർഷിക്ക് എങ്ങനെ മനസ്സിലായി എന്നാണ് പിന്നെ പറയുന്നത്. ഭഗവാൻ ശ്രീ പരമേശ്വരൻ ദേവിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ദേവിക്ക് ഈ ഹാലാസ്യ മഹാത്മ്യത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത്
ഈ സ്കന്ദൻ മുരുക ഭഗവാൻ വളരെ ചെറിയ കുഞ്ഞാണ്. അപ്പോൾ മടിയിലിരുന്ന് ഇതെല്ലാം കേട്ടിട്ട് ഭഗവാന്റെ ഒരു പരിപാടി എന്താണ്, എല്ലാം ശിവഭഗവാന്റെ അടുത്ത് കേട്ട് പഠിച്ച്, പിതാവിൻ്റെ അടുത്ത് കേട്ട് പഠിച്ച്, തൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർക്ക് ഇത് പല വൈദ്യത്തിലും സിദ്ധവൈദ്യം എല്ലാറ്റിലും അത് കാണാൻ പറ്റും, ഇങ്ങനെയൊരു ട്രീസ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ശിഷ്യർക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കും, പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെയാണ് ശരിക്കും സിദ്ധവൈദ്യമൊക്കെ നമ്മൾക്ക് പ്രാപ്തമായത്. അപ്പോൾ ഭഗവാൻ അത് പറഞ്ഞു കൊടുത്ത സമയത്ത് അത്യന്തം ഗൂഢമായ ശങ്കരസംഹിത എന്ന് പറഞ്ഞിട്ടാണ് അത് പറഞ്ഞു കൊടുത്ത സമയത്ത് അതിനെ കാമധേനുവിനെ പോലെ ഫലപ്രദമാണെന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെ വസിഷ്ഠാദി മുനികൾ ശ്രീ മഹാക്ഷേത്ര ലിംഗ തീർത്ഥ മഹാത്മ്യങ്ങളെ, ശ്രീ മഹാക്ഷേത്ര ആ മഹാക്ഷേത്രത്തിലെ ശിവലിംഗത്തിൻ്റെയും അതേപോലെ തന്നെ തീർത്ഥങ്ങളുടെയും എല്ലാം ക്ഷേത്രത്തിൻ്റെയും തീർത്ഥത്തിൻ്റെയും ലിംഗത്തിൻ്റെയും മഹാത്മ്യം പറയണം. അപ്പോഴേ അത് മുഴുവനാവും. അതുപോലെ തന്നെയാണ് നമ്മൾ ആ ഓർഡർ തന്നെ പോകണം. അത് വളരെ ചുരുക്കിയിട്ട് പറയാം, ഒരുപാട് പറയാണ്ട്. പക്ഷെ നമുക്ക് ഈ 7 ദിവസം കൊണ്ട് ഇത്രയേ പറ്റുള്ളൂ. അപ്പോൾ ഈ മഹാത്മ്യങ്ങളെ ഭഗവാൻ പാർവതി ദേവിക്ക് കൊടുക്കുകയാണ്. ഇപ്പോൾ ക്ഷേത്ര മഹാത്മ്യം വരുന്നു. 68 ശിവക്ഷേത്രങ്ങൾ, അതിൽ 16 ക്ഷേത്രങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ 16 ക്ഷേത്രങ്ങളിൽ തന്നെ 4 ശിവക്ഷേത്രങ്ങൾ ഏറ്റവും പ്രധാനം. കാശി, ശ്രീകാളഹസ്തി, ചിദംബര ക്ഷേത്രം, ശ്രീഹാലാസ്യം, ഈ 4 ക്ഷേത്രങ്ങളാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു. അപ്പം വിശ്വേശ്വര സാന്നിധ്യത്താൽ പാപങ്ങളെ ഹനിക്കുന്നതും മോക്ഷതമായ സ്ഥലമാണ് കാശി. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളുടെയും പേര്. അപ്പോൾ പിന്നെ പറയുന്നത് ഹാലാസ്യത്തിന് എന്തുകൊണ്ടാണ് ഇങ്ങനെ മഹാത്മ്യം എന്ന് പറയുന്നത്? അപ്പോൾ ഹാലാസ്യത്തിൻ്റെ മഹാത്മ്യം ഇങ്ങനെയാണ്: സ്മരിച്ചാലും കണ്ടാലും വസിച്ചാലും ശ്രവിച്ചാലും പോയി കണ്ടാലും അത് കേട്ടാലും അദ്ദേഹത്തെക്കുറിച്ച് ഭഗവാനെക്കുറിച്ച് കേട്ടാലും സ്മരിച്ചാലും അവിടെ വസിച്ചാലും എല്ലാം മോക്ഷമാണ്. അപ്പോൾ മോക്ഷം എന്ന് പറഞ്ഞാൽ പാപം എല്ലാ ജന്മങ്ങളിലെയും പൂർവ്വജന്മങ്ങളിലെ സകല പാപങ്ങളെയും നശിപ്പിക്കാൻ പ്രാപ്തമാണത്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കേൾക്കുന്നു, ശിവരാത്രി ദിവസമാണ് ഇത് കേൾക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ വളരെ ഭാഗ്യമുള്ള ആൾക്കാരാണ്. ഭഗവാന്റെ കഥകളെ ഓർമ്മിക്കാൻ പറ്റുക, പറയാൻ പറ്റുക, കേൾക്കാൻ പറ്റുക, അല്ലേ? നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുടെ തിരക്കുകളും ഒക്കെ ഇടയിലുണ്ടാവും ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഭഗവാന്റെ വലിയ കാരുണ്യമായിട്ട് നമുക്ക് കാണണം. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പ്രസിദ്ധമായ മധുരയാണ് ഹാലാസ്യം. അപ്പം മീനാക്ഷി ദേവിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കൊണ്ട് ഇന്ന് മീനാക്ഷി ക്ഷേത്രത്തിനാണ് എല്ലാ ആളുകൾക്ക് ഈ ഹാലാസ്യനാഥനെ പറ്റി, സുന്ദരേശനെ പറ്റി ഒരുപാട് ആൾക്കാർക്കൊന്നും കേരളത്തിൽ അധികം അറിയില്ല. പക്ഷേ മധുരയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാർ അങ്ങനെയല്ല. കാരണം ആദ്യം വെച്ചിരിക്കുന്നത് ഭഗവാനെയാണ് അവിടെ പ്രതിഷ്ഠിച്ചത്. പിന്നെയാണ് ദേവിയുടെ ആ ഒരു പ്രാസാദവും ഗോപുരം എല്ലാം വന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം പേരറിയപ്പെടുന്നത് എന്താണ്? മീനാക്ഷി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പക്ഷെ അങ്ങനെയല്ല, ഭഗവാനെ തൊഴുതിട്ടേ ദേവീനെ തൊഴാവൂ എന്നുള്ള അങ്ങനെ തരത്തിൽ ചെയ്യുന്ന ആൾക്കാർ ഒരുപാട് മധുരാക്ഷേത്രത്തിൽ ഉണ്ട്. അപ്പോൾ ബ്രഹ്മഹത്യാ പാപം പോലും നശിപ്പിക്കാൻ, ബ്രഹ്മഹത്യാ പാപം നശിപ്പിക്കാൻ നമുക്ക് നാടിയൊക്കെ നോക്കിയിട്ടുള്ള ആളുകൾക്കറിയാം. ഒരുപാട് നമ്മൾ തീർത്ഥസ്ഥലങ്ങളിലും എല്ലാം പോയി പരിഹാരം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ബ്രഹ്മഹത്യാ പാപമൊക്കെ, പൂർവ്വജന്മാർജിതമായിട്ടുള്ള ബ്രഹ്മഹത്യാ പാപമൊക്കെ നശിക്കുള്ളൂ. അപ്പോൾ ഈ പാപം പോലും നശിപ്പിക്കാൻ കഴിവുള്ള സ്ഥലമാണ് ശ്രീഹാലാസ്യം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതാണ് നമ്മുടെ ആദ്യത്തെ ലീല വരുന്നുണ്ട്. അത് ദേവേന്ദ്രന് ബ്രഹ്മഹത്യാ പാപമോചനം കിട്ടിയത് ആ കഥയിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം അതവിടെ പറയും. അടുത്തത് അങ്ങനെ ഈ സ്ഥലങ്ങൾക്ക് ഏതൊക്കെ പേരുകളാണ് ഇത് അറിയപ്പെടുന്നത്? ഭൂലോക ശിവലോകം, കന്യകാപുരി, സമസ്ത വിദ്യാപുരി, ചതുഷ്കൂടപുരം, ശിവാസ്പദം, മധുരാപുരി, ദ്വാദശാന്തം, അങ്ങനെ മാത്രമല്ല ജീവൻ മുക്തിപുരം എന്നും ഉള്ള നാമത്താൽ പ്രസിദ്ധമാണ്. പിന്നെ പറയുന്നത് തീർത്ഥമാഹാത്മ്യമാണ്. അവിടെ നമ്മൾക്ക് ക്ഷേത്രത്തിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് വലത് ഭാഗത്തായിട്ട് കാണാം ഹേമപത്മിനി തീർത്ഥം. അപ്പോൾ ഈ ഹേമപത്മിനി തീർത്ഥം അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യത്തെ ലീലകളിൽ വിശദമായിട്ട് പറയും. അങ്ങനെ അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഭഗവാനെ അവിടെ പ്രതിഷ്ഠിച്ച സമയത്ത് ഭൂതഗണങ്ങൾ പറയാണ്, ഭഗവാനെ അങ്ങയുടെ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യാൻ നമുക്ക് ജലം ആവശ്യമാണ്. മധുരയിൽ പോയിട്ടുള്ളവർക്കറിയാം, കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്ഥലമാണത്. അപ്പോൾ ശിവലിംഗത്തിൽ അഭിഷേകം ചെയ്യാൻ ഞങ്ങൾക്ക് ജലം വേണം. അപ്പോൾ ഇവിടെ ഒരു തീർത്ഥം അങ്ങ് സ്ഥാപിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ത്രിശൂലം കൊണ്ടാണ് ആ തീർത്ഥം
ആ വെള്ളം വരുന്നത് അതിൽ നിന്ന് ഒരു കുഴി കുഴിച്ച് അതിൽ നിന്ന് ജലം പുറത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ അത് പിന്നെ വലുതാക്കിയിട്ടാണ് ഇന്നത്തെ ഹേമപത്മിനി തീർത്ഥം എന്ന് അറിയപ്പെടുന്ന തീർത്ഥം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ എന്താണ് പത്മാകരത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്? അതിൽ കുളിച്ച് നമ്മൾ ഭഗവാനെ പൂജിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിന് ഒരുപാട് പ്രത്യേകതയുണ്ട്. ഭഗവാന് വളരെ പ്രിയപ്പെട്ട ഒരു ആചാരമാണത്. അങ്ങനെ അതിന് വേറെ പല പേരുകൾ. അപ്പൊ എങ്ങനെയാണ്? ഭൂതഗണങ്ങളുടെ പ്രാർത്ഥന കേട്ട് തൃശൂലത്താൽ കുഴിച്ച് ഉടനെ ബ്രഹ്മാണ്ടം ഭേദിച്ച് അധോഭാഗത്തിൽ നിന്നും പരിശുദ്ധമായ ജലം ഇങ്ങനെ പ്രവഹിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അങ്ങനെ കവിയാറായപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ജലത്തെ സ്തംഭിപ്പിച്ചു, മതി എന്ന് പറഞ്ഞു. അങ്ങനെ ശിരസിലുള്ള ഗംഗാജലത്തെ ഈ ജലത്തോട് ചേർത്തു. അതുകൊണ്ടാണ് ഇതിന് ഇത്ര പ്രാധാന്യം. ഭഗവാന്റെ ശിരസിലുള്ള ഗംഗാജലത്തെ ഈ ജലത്തിനോട് സന്നിവേശിപ്പിച്ചിട്ടാണ്, ഇതിനെ പരിശുദ്ധമാക്കിയിട്ടാണ് ഈ തീർത്ഥം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ശിവതീർത്ഥമെന്നും പാപനാശനമെന്നും ശിവഗംഗ എന്നും മുക്തിതീർത്ഥമെന്നും ജ്ഞാനതീർത്ഥമെന്നും ഇതിന് പേര് വന്നു. സർവകാമതവും ദീർഘായുഷ്കരവും ശ്രീകരം ഇങ്ങനെ ബഹുനാമങ്ങൾ ഈ തീർത്ഥത്തിനുണ്ട്. ഇന്ദ്രന്റെ വൃത്രഹത്യാപാപം തീർത്തുകൊണ്ട് ഹേമപത്മാകരമായി. ഈ തീർത്ഥത്തിൽ ഭക്തിയോടുകൂടി സ്നാനം ചെയ്ത് പഞ്ചാക്ഷരം ജപിച്ച് സ്തോത്രങ്ങളാൽ സേവിക്കുന്നവർക്ക് സർവകാമവും ലഭിക്കും. അങ്ങനെയാണ് ആ ഒരു ആചാരങ്ങളൊക്കെ വന്നത്. ഇതിനെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് എപ്പോഴും പറഞ്ഞു തരും നമുക്ക് ആചാര്യന്മാരെ. എന്നാലേ നമ്മൾ ചെയ്യുള്ളൂ, അല്ലെ? നമ്മളൊരു ശ്ലോകം ചൊല്ലി കഴിയുന്ന സമയത്ത് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇന്ന ഗുണങ്ങൾ ഉണ്ടാവും. ധർമാർത്ഥി ലഭതേ ധർമ്മം, പുത്രാർത്ഥി ലഭതേ പുത്രാൻ, അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഗുണങ്ങൾ പറയും. അതുപോലെയാണ് ഇതെല്ലാം. ഇതിൽ കുളിച്ച് തൊഴുതു കഴിഞ്ഞാൽ എന്താണ് അതിനുള്ള ഗുണം കിട്ടുക എന്ന് പറയുന്നത്. അങ്ങനെ ഭസ്മം ധരിച്ച് നമ്മൾ ശിവതീർത്ഥത്തെ തൊട്ടാൽ ജ്ഞാനം ഉണ്ടായിട്ട് വരുന്നു. അങ്ങനെ ഓരോരോ നമ്മളെ ശിവ ഉപാസനയിലേക്ക് പോയി കഴിഞ്ഞാൽ ഭസ്മധാരണത്തിനും രുദ്രാക്ഷ ധാരണത്തിനും ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്ത് ഭസ്മ രുദ്രാക്ഷം ധരിച്ച് ഹേമപത്മാകരത്തിൽ കുളിച്ച് ഭഗവാനെ ദർശനം ചെയ്യാന്നാണ് പറയുന്നത്. ഇനി ഇതിൽ ഒരു കാര്യം പറയുന്നുണ്ട്, പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം. നമ്മൾ ചില ദിവസങ്ങളിൽ പ്രാധാന്യം കൂടും. ഇന്നിപ്പോൾ ശിവരാത്രിയാണ്, അപ്പം അന്ന് ശിവനെ സ്തുതിക്കുന്നതിൽ പ്രാധാന്യം കൂടും. അതേപോലെ തന്നെ സോമവാരവും അമാവാസിയും ചേരുന്ന ദിവസം, തിങ്കളാഴ്ച ദിവസവും അമാവാസിയും ചേരുന്ന ദിവസം മധുരയിലെ ഈ ഹേമപത്മിനി തീർത്ഥത്തിൽ കുളിച്ച് ഭഗവാനെ സ്നാനം ചെയ്ത് ഭഗവാനെ ദർശനം ചെയ്യുന്നത് ഒരുപാട് പുണ്യം ലഭിക്കുമെന്ന് പറയുന്നു. അപ്പം ഈ തീർത്ഥമാഹാത്മ്യവും ലിംഗമാഹാത്മ്യവും എല്ലാം കേൾക്കുന്നവർക്ക് തന്നെ മുജ്ജന്മ പാപങ്ങൾ തീർന്നു പോയി നമ്മുടെ ഗൃഹത്തിൽ വീട്ടിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും എല്ലാം വരുമെന്നാണ് ഇതിൻ്റെ മഹാത്മ്യത്തിൽ പറയുന്നത്. മേരുപർവ്വതം, കൈലാസം, ഇനി ലിംഗമാഹാത്മ്യമാണ് പറയുന്നത്. മേരുപർവ്വതം, കൈലാസം, മന്ദരം, ശ്രീപർവ്വതം, വാരണാസി തുടങ്ങിയ സ്ഥലങ്ങളിൽ ശിവലിംഗങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഹാലാസ്യത്തിൽ ഈ ശിവലിംഗം, അത് സ്വയംഭൂവായിട്ടുള്ള ശിവലിംഗമാണ്. അതെങ്ങനെ കണ്ടെത്തുന്നു എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത കഥകളിൽ വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നതിന് മുമ്പ് ഹാലാസ്യത്തിൽ ശിവലിംഗം ഉണ്ടായി. അങ്ങനെ ഈ സോമസുന്ദര ലിംഗം എന്നാണ് ഹാലാസ്യത്തിൻ്റെ ശിവലിംഗത്തിനെ പറയുന്നത്. അത് മൂലഭൂത ലിംഗമായി മാറി. അങ്ങനെ വൃക്ഷങ്ങളിൽ വെച്ച് സർവശ്രേഷ്ഠം കൽപ്പവൃക്ഷം അത്രേ. അങ്ങനെ അത് ഓരോ കാലങ്ങളിൽ ഉത്തമൻ, ദേവന്മാരിൽ ഉത്തമൻ കാലകാലനായ ശിവനാണ്. അത് ഓരോ തരത്തിലും ഓരോ സ്ഥലത്തും അത് മാറി മാറി വരും. ഇപ്പം വിഷ്ണു ഉപാസനയുടെ ആ ഒരു സ്ഥലത്ത് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഉപാസനയുടെ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠൻ മഹാവിഷ്ണു ആണെന്ന് പറയും. അങ്ങനെ ഓരോ ദേവി ഉപാസനയുടെ ഇത് എത്തിക്കഴിഞ്ഞാൽ അതാണ് ദേവിയാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് പറയും. പക്ഷേ ഇതെല്ലാം ദേവിയാണെങ്കിലും ഭഗവാൻ മഹാവിഷ്ണു ആണെങ്കിലും ശിവഭഗവാനാണെങ്കിലും എല്ലാവരും ഒരേ ബ്രഹ്മത്തിൻ്റെ വ്യത്യസ്തമായ പ്രകടനങ്ങളാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്നാളോട് ഒരു പ്രത്യേക മമതയും ഇല്ല, പ്രത്യേക ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല, ഒരു ഡിറ്റാച്ച്മെൻറ്റും ഇല്ല എന്നുള്ള ആ ഒരു സമത്വഭാവത്തിലേക്ക് എത്താൻ പറ്റും. എന്ന് വെച്ച് ഇഷ്ടദേവത അത് ആരാധിക്കും. ഇഷ്ടദേവത എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഇഷ്ടദേവതയിലൂടെയാണ് നമ്മൾക്ക് വേണ്ടതെല്ലാം കിട്ടുന്നത്. കാരണം എന്താണ്? ഭഗവാൻ എന്താണ് ഒരു ഇതുണ്ടല്ലോ, വാസുദേവനാണ് എല്ലാ ദേവതകളിലൂടെയും, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ, എല്ലാ ദേവതകളിലൂടെയും ഞാൻ തന്നെയാണ് പ്രാർത്ഥിക്കുന്നവന് വേണ്ടത് കൊടുക്കുന്നത്. അപ്പോൾ അത് രൂപം, നമ്മൾ കാണുന്ന രൂപം, ഇഷ്ടദേവതകൾ മാറിക്കൊണ്ടിരിക്കും. പല ദേവന്മാരായിരിക്കും നമ്മൾ ആരാധിക്കുന്നത്. പക്ഷേ
അതൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ പലപ്പോഴും കൺഫ്യൂഷനുള്ള ഒരു കാര്യങ്ങളാണ്. ഈ ഭഗവാനെ പൂജിച്ച ഈ ഭഗവാൻ കോപിക്കോ, ഇത് അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല. കാരണം അതൊക്കെ ഏറ്റവും നമ്മൾ നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഉണ്ടാവേണ്ട കാര്യങ്ങൾ. അത് കുറച്ചും കൂടി കഴിയുമ്പോൾ അതെല്ലാം പോകണം. എല്ലാം ഒരേ ഒരു വസ്തു മാത്രമേ ഇവിടെ ഉള്ളൂ എന്നുള്ള ആ ബ്രഹ്മബോധം ഉറപ്പിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാലേ നമുക്ക് ശിവൻ ആരാണ്, ഭഗവാന്റെ ആ സ്വരൂപം നമ്മുടെ ഉള്ളിൽ അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് പോകണം. അങ്ങനെ സൂര്യൻ ഉദിക്കുമ്പോൾ ഇരുട്ടെന്ന പോലെയും ജ്ഞാനമുണ്ടാകുമ്പോൾ അജ്ഞാനം എന്ന പോലെയും ഗരുഡനെ കാണുമ്പോൾ സർപ്പങ്ങൾ എന്ന പോലെയും. എന്താ ഇതൊക്കെ ചെയ്യാം? എല്ലാവരും അകന്നു. ഗരുഡനെ കാണുമ്പോൾ സർപ്പങ്ങൾ എന്താ ചെയ്യുക? ഓടിപ്പോകും അല്ലേ? അതുപോലെ സുന്ദരേശനെ കണ്ടാൽ ദുരിതങ്ങളെല്ലാം അകന്നു പോകും. അങ്ങനെ കാമത്താൽ ബുദ്ധി നശിക്കും, കോപത്താൽ തപസ് നഷ്ടപ്പെടും. അങ്ങനെ ഇതെല്ലാം നഷ്ടപ്പെടുന്നത് പോലെ ഭഗവാന്റെ ദർശനം കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സർവ്വപാപങ്ങളിൽ നിന്നും മുക്തനായി നമ്മളുടെ മനസ്സിന് സാധനയിലൂടെ മുന്നോട്ട് പോകാനുള്ള ധൈര്യം കിട്ടുന്നു. അതേപോലെ തന്നെ ഭക്തി ഉറച്ചു വരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. ലിംഗ മഹാത്മ്യവും കഴിഞ്ഞു. അപ്പൊ ലിംഗനാമങ്ങൾ ബഹുവിധമത്രേ. ഇതും കൂടി ഒന്ന് വായിക്കാം. ആദിസുന്ദരം, അഭിഷേകസുന്ദരം, ഹാലസ്യസുന്ദരം, ദേവസുന്ദരം, പാണ്ഡ്യസുന്ദരം, സോമസുന്ദരം, കസ്തൂരീസുന്ദരം, സുന്ദരേശം, കർപ്പൂരസുന്ദരേശം, ആനന്ദസുന്ദരേശം, ശ്രീമൂലഭൂതലിംഗം, കല്യാണസുന്ദരേശം, മഹാലിംഗം, കന്യകാനഗരീശം, മധുരാപതി തുടങ്ങി ലിംഗനാമങ്ങൾ തന്നെ ഒരുപാടുണ്ട്. അങ്ങനെ ഇതെല്ലാം ക്ഷേത്രമാഹാത്മ്യവും ലിംഗമാഹാത്മ്യവും തീർത്ഥമാഹാത്മ്യവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യത്തെ ലീല എന്താണെന്ന് വെച്ചാൽ ദേവേന്ദ്രന്റെ ഗർവം ശമിപ്പിക്കുന്ന ലീലയാണ്. അപ്പൊ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വൃത്രാസുര വധത്തിന്റെ കഥ പറയുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്? ദേവേന്ദ്രൻ സ്വർഗലോകത്തിൽ ഒരു വലിയൊരു ആഘോഷം നടത്തുകയാണ്. എല്ലാ നാനാദിക്കുകളിൽ നിന്നും വലിയ വലിയ പ്രമുഖന്മാരും എല്ലാം വന്നു ആഘോഷത്തിന് പങ്കെടുക്കാൻ വേണ്ടി. അപ്പോൾ വലിയ വലിയ ആഘോഷങ്ങളുടെ സമയത്ത് അപ്സരസുകളുടെ നൃത്തം വളരെ പ്രധാനമാണ്. അങ്ങനെ അപ്സരസുകൾ എല്ലാവരും ഒരുങ്ങി അങ്ങ് നൃത്തം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദേവേന്ദ്രന്റെ മനസ്സ് ചഞ്ചലമാവുന്ന സ്ഥലത്ത് എവിടെയാണ്? ശ്രദ്ധ പോവും. ശ്രദ്ധ പോയി കഴിഞ്ഞാൽ എന്താ? സർവം പോയി. കാരണം ഗീതയിൽ പറയുന്നത് എന്താണ്? ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം. അപ്പോൾ ഇതിന് ഈ ഒരു പോയിന്റ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എങ്ങനെയാണ് ശ്രദ്ധ പോകുന്നതെന്ന്. അപ്പോൾ ഇത് നോക്കണം. തന്നെ ഇത്രയും ആക്കി കൊണ്ടുവന്ന ബൃഹസ്പതി എന്ന പേരായിട്ടുള്ള ദേവഗുരു അവിടെ വരികയാണ്. ആഘോഷത്തിൽ പങ്കെടുക്കാൻ അവിടെ എല്ലാവരും എത്തിച്ചേർന്നു. ഇന്ദ്രൻ പൂർണ്ണമായും ഈ മനസ്സ് ചഞ്ചലനായി കാമാദി വികാരങ്ങളിൽ പെട്ട് അതിൽ മുഴുകിയിരിക്കുകയാണ്, മനസ്സ് മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ ഗുരു നടന്നു വന്നതൊന്നും ഇന്ദ്രൻ കണ്ടതേയില്ല. അപ്പോൾ കുറച്ചു സമയം നിന്നു ഗുരു, ഇല്ല, കണ്ട ഭാവമില്ല. അപ്പോൾ ഗുരു എന്ത് ചെയ്തു? അപ്പം തന്നെ അവിടുന്ന് പോയി മറഞ്ഞു കളഞ്ഞ സമയത്ത് കുറച്ച് കഴിഞ്ഞു. ആഘോഷമൊക്കെ കഴിഞ്ഞു. വൈകുന്നേരം ആയപ്പോൾ പെട്ടെന്നാണ് ദേവേന്ദ്രൻ അറിയുന്നത് ഗുരു വന്നില്ലേ ഇന്ന്. അത്ര പോലും ബോധമില്ല. അപ്പോൾ ഈ ഗുരു വന്നിരുന്നു പോയി എന്നുള്ളത് വിവരം അറിഞ്ഞു. അതോടുകൂടി മനസ്സ് വളരെ അസ്വസ്ഥമായി. അയ്യോ, എന്താ തെറ്റാണ് ഞാൻ ചെയ്തത്? ദൈവതുല്യനായി ആദരിച്ചിരുത്തേണ്ട ഗുരുവിനെ ഞാൻ ശ്രദ്ധിച്ചില്ലല്ലോ എന്ന് വിഷമിച്ച് ദേവേന്ദ്രൻ നേരെ ബൃഹസ്പതി ഗുരുവിൻ്റെ ആശ്രമത്തിലേക്ക് പോവാണ്. അവിടെ പോയി നോക്കുമ്പോൾ എന്താ? ഗുരു തീരുമാനിച്ചു, ഇല്ലില്ല, ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ ഇതിൽ. അപ്പോൾ പലപ്പോഴും നമുക്ക് കാണാം, ചില സമയത്ത് ചില പാഠങ്ങൾ പഠിക്കാനുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഗുരു മറഞ്ഞു കളഞ്ഞു. അവിടുന്ന് അപ്രത്യക്ഷനായി. ശിഷ്യന്മാരോട്, അവരോട് ചോദിക്കുകയാണ്, ആശ്രമത്തിലുള്ള മറ്റൊരു ശിഷ്യന്മാരോട്, ഗുരു എവിടെ? അറിയില്ല. എപ്പോഴാ വരും? അറിയില്ല. അങ്ങനെ ഇന്ദ്രൻ മനസ്സ് വളരെ വിഷമിച്ച് ബ്രഹ്മാവിൻ്റെ അടുത്ത് എത്തുകയാണ്. ബ്രഹ്മാവിൻ്റെ അടുത്ത് എത്തിയ സമയത്ത് ബ്രഹ്മാവിനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ബ്രഹ്മാവ് പറയും, ഒരു കാര്യം ചെയ്യൂ ഇന്ദ്ര, ഇപ്പം തൽക്കാലം നിനക്ക് അപ്പം അങ്ങനെ ബ്രഹ്മാവിൻ്റെ അടുത്ത് എത്തുന്നതിന് മുമ്പുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാ സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. വളരെ അനിഷ്ടകരമായിട്ടുള്ള സംഭവങ്ങളാണ്. ഇന്ദ്രന്റെ ഐശ്വര്യമൊക്കെ നശിക്കാൻ തുടങ്ങി. അങ്ങനെ ശത്രുക്കൾ, അസുരന്മാർ വന്ന് രാജ്യം പിടിച്ചെടുക്കുകയാണ്. അങ്ങനെയുള്ള സമയത്താണ്
ദേവേന്ദ്രൻ ഓടിപ്പോയി ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയി ശരണം പ്രാപിച്ച് എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം, എന്ത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, ശരി, ഇനി തൽക്കാലം ഗുരു നമുക്ക് ലഭ്യമല്ലെങ്കിൽ, ഇപ്പം നമുക്ക് അവൈലബിൾ അല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ മറ്റൊരാളോട് അഭിപ്രായം ചോദിക്കണം, മറ്റൊരാളെ തൽക്കാലത്തേക്ക് ഗുരുവായിട്ട് വെക്കൂ എന്ന് പറഞ്ഞ് ത്വഷ്ടാവ് എന്ന് പറഞ്ഞിട്ടുള്ള പേരായിട്ടുള്ള മഹാതപസ്വിയായിട്ടുള്ള ഒരു മുനിയുടെ പുത്രനായിട്ടുള്ള വിശ്വഗുരു എന്ന പേരായിട്ടുള്ള ഒരു മഹാത്മാവിനെ ഗുരുവായിട്ട് വെക്കൂ, അദ്ദേഹം നിന്നെ സഹായിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ വിശ്വരൂപൻ ദേവേന്ദ്രന് ശിവകവചം ഉപദേശിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ ശരിയായി വന്നു. അപ്പോൾ ഹോമങ്ങളും പൂജാതി കാര്യങ്ങളെല്ലാം വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ വിശ്വഗുരുവിനൊരു പ്രശ്നമുണ്ട്. വിശ്വഗുരു അല്പം ഒരു ചായ്വ് അസുരന്മാരോടുണ്ട്. അപ്പൊ ദേവന്മാർക്ക് വേണ്ടി ചെയ്യുന്ന യാഗങ്ങൾ ദേവന്മാർക്ക് വേണ്ടി എന്ന വ്യാജേന കുറെ ആദ്യത്തെ ഒരു 75% ഒക്കെ ദേവന്മാർക്ക് വേണ്ടി ചെയ്യും. അവസാനം ആരും കാണാത്ത സമയത്ത് അത് അല്പം അതിൻ്റെ ഈ യാഗാദികളുടെ ഗുണങ്ങൾ അസുരന്മാർക്ക് വേണ്ടി കൂടി കിട്ടട്ടെ എന്നുള്ള തരത്തിലുള്ള മന്ത്രജപവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ദേവേന്ദ്രൻ ഒരു ദിവസം കണ്ടുപിടിച്ചു. ആ നിമിഷം തന്നെ ദേവേന്ദ്രൻ അദ്ദേഹത്തിന് ശിരച്ഛേദം ചെയ്തു. അപ്പോൾ ആ ശിരസ് 3 പക്ഷികളായിട്ട് പറന്നുപോയി. അതാണ് അന്നഭക്ഷണവും സുരപാനവും ചെയ്ത 2 വക്ത്രങ്ങളായിട്ടും സോമപാനം ചെയ്ത വദനം കപിഞ്ചല പക്ഷിയായിട്ട്. അപ്പോൾ ഈ ഹവിസ് ഹോമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോമപാനം ചെയ്ത വദനം കപിഞ്ചല പക്ഷിയായിട്ടും പോയി, അന്നഭക്ഷണം ചെയ്ത 2 വക്ത്രങ്ങൾ 2 മുഖങ്ങൾ തിത്തിരി പക്ഷിയും അതേപോലെ തന്നെ കലപിംഗകം എന്നു പേരുള്ള പക്ഷികളായിട്ടും വന്നു. അങ്ങനെ ഈ 3 പക്ഷികളും ആകാശത്തേക്ക് പറന്നുപോയി. ഉടനെ ബ്രഹ്മഹത്യ. അപ്പോൾ എന്തുണ്ടായി? ബ്രഹ്മഹത്യ എന്നുള്ള പാപം വന്നു, മഹാപാപം. നമ്മൾ നേരത്തെ പറഞ്ഞു ഹാലാസ്യത്തിന്റെ പ്രാധാന്യത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ബ്രഹ്മഹത്യ പോലും നശിപ്പിക്കുന്ന ക്ഷേത്രമാണെന്ന്. അങ്ങനെ ബ്രഹ്മഹത്യാ പാപം ദേവേന്ദ്രനെ പിടികൂടി. എവിടെ പോയാലും ഒരു നിഴൽ രൂപത്തിലുള്ള ഒരു സ്ത്രീയാണോ ഒന്നും അറിയില്ല, ഒരു രൂപം ഇങ്ങനെ പിന്തുടർന്ന് വരുന്നതായിട്ട് കാണാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ പിന്നിൽ ഒരു നിഴല് പോലെ ഇങ്ങനെ ഒരു സത്വം ഇങ്ങനെ കൂടെ നടക്കാണ്. അപ്പൊ ഉറക്കമില്ല, ഊണില്ല. ഈ ദേവേന്ദ്രൻ ആകെ പരിഭ്രമിച്ച് സർവം എന്താ പറയുക ഗതികേടിലായി എന്ന് പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന സമയത്ത് ദേവേന്ദ്രൻ വീണ്ടും പിന്നെ ആലോചിച്ചു, എന്താ ഈ ചെയ്യുക? ഈ ദുർദേവതയുടെ രൂപത്തിലാണ്, ഇത് എല്ലാ തരത്തിലും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ദേവന്മാരുടെ എല്ലാം രാജാവാണ്, അപ്പം അത്രയും പദവിയിലിരിക്കുന്ന ആളാണ്. അപ്പോഴും ഒരുപാട് കഴിവുകളും സിദ്ധികളും എല്ലാം ഉണ്ടാവും. അപ്പം എന്ത് ചെയ്തു? ഒരു പണിയൊപ്പിച്ച്, ശരി എന്നാൽ പിന്നെ ഇങ്ങനെ ചെയ്തു നോക്കാം. ഈ പാപത്തെ അവിടെയുള്ള താപസന്മാരോടെല്ലാം കൂടി 4ആയിട്ട് പകുത്തു. അതിലൊരു 4ആയിട്ട് പകുത്തു ഈ ബ്രഹ്മഹത്യാ പാപം. ഒരു പങ്ക് സ്ത്രീകൾക്ക് കൊടുത്തു, ഒരു പങ്ക് ഭൂമിക്ക് കൊടുത്തു, ഒരു പങ്ക് വൃക്ഷങ്ങൾക്ക് കൊടുത്തു, പിന്നെ അടുത്ത ഒരു പങ്ക് ജലത്തിനും കൊടുത്തു. അപ്പൊ ഇവർക്കെല്ലാം ഈ പാപം കൊടുക്കുന്ന സമയത്ത് അവർക്കെല്ലാം ഓരോ വരവും തരാം. അപ്പൊ ആ കർമ്മ ബാലൻസ് ആവും എന്നുള്ള സങ്കല്പത്തിലാണ് അത് ചെയ്തത്. അപ്പൊ സ്ത്രീകൾക്ക് എന്താ കൊടുത്തതെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വരം കൊടുത്തു, നിങ്ങൾക്ക് ഗർഭിണികളായി കഴിഞ്ഞാലും ആ സമയത്തും പ്രസവം അടുക്കുന്നത് വരെ ഭോഗം ചെയ്യുന്നതിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല, അങ്ങനെയുള്ളൊരു അനുഗ്രഹം കൊടുത്തു. ജലത്തിന് എന്താ അനുഗ്രഹം കൊടുത്തതെന്ന് വെച്ചാൽ എത്ര ജലം എടുത്തു കഴിഞ്ഞാലും അത് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ട് ഒരിക്കലും തീർന്നു പോവില്ല ഭൂമിയിൽ ജലം. അത് അങ്ങനെ ജലത്തിന് കൊടുത്തു. ഭൂമിക്ക് എന്താ കൊടുത്തു വെച്ചാൽ ഒരാൾ വന്നൊരു കുഴി വെട്ടി, വലിയൊരു കുഴി വെട്ടി, പക്ഷെ മാക്സിമം 1 വർഷം കൊണ്ടൊക്കെ അത് നികത്തി കിട്ടും എന്നുള്ള ഒരു വരം കൊടുത്തു. അപ്പൊ ഭൂമിക്ക് അങ്ങനെ ഒരു വരം കൊടുത്തു. പിന്നെ കൊടുത്തത് വൃക്ഷങ്ങൾക്കാണ്. വൃക്ഷങ്ങൾക്ക് നമ്മൾ എത്ര കൊമ്പുകൾ മുറിച്ചു കഴിഞ്ഞാലും വീണ്ടും തിളിർത്തു വരുന്ന, നമുക്ക് മനുഷ്യന് ഒരു അവയവം മുറിച്ചു കഴിഞ്ഞാലൊന്നും അത് വീണ്ടും വളർന്നു വരില്ല. പക്ഷെ വൃക്ഷങ്ങൾക്ക് അതുണ്ട്. ഒരു കൊമ്പ് മുറിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ പതുക്കെ അത് വീണ്ടും തളിർത്തു വരുന്ന കാണാം. അപ്പൊ ഇങ്ങനെയൊരു അനുഗ്രഹം കൊടുത്തു. അപ്പൊ 4 പേർക്കും 4 വരങ്ങളും കൊടുത്തു. അതിനുള്ള പാപവും പകുത്ത് കൊടുത്തു. അങ്ങനെയായി. അപ്പോഴാണ് വിശ്വരൂപന്റെ ഈ അവസ്ഥയെക്കുറിച്ച് പിതാവ് അറിയുന്നത്. ത്വഷ്ടാവ് എന്ന മഹാതാപസനാണ്.
അറിയുന്നത്. അത്രയ്ക്കായോ, ദേവേന്ദ്രനെ ഞാൻ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം യാഗം തുടങ്ങി. ആ യാഗത്തിൽ അതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഈ ദേവേന്ദ്രനെ തോൽപ്പിക്കാൻ പാകത്തിലുള്ള ഒരാൾ വേണം. അപ്പം അതിന് തക്ക ഒരു എനർജിയുള്ള അങ്ങനെയുള്ള ഒരാളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാഗം നടത്തുന്നത്. അപ്പോൾ ഇന്ദ്രന് ശത്രുക്കൾ വർദ്ധിക്കണം, എന്നിട്ട് ഇന്ദ്രനെ എല്ലാവരും തോൽപ്പിക്കണം. അതാണ് യാഗത്തിൻ്റെ ഒരു സങ്കല്പം ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയുള്ള മന്ത്രങ്ങളെല്ലാം അർപ്പിച്ച് അഗ്നിയിൽ ഹോമിച്ചപ്പോൾ അതിൽ നിന്ന് മഹാബലനായ വൃത്രാസുരൻ വന്നു. അപ്പോൾ വൃത്രാസുരന് പൂർവജന്മം കൊണ്ട് തന്നെ നല്ല ജ്ഞാനിയായിരുന്നു, നല്ല ഭക്തനും ജ്ഞാനിയാണ്. നിങ്ങൾ ഭാഗവതത്തിലൊക്കെ കണ്ടിട്ടുണ്ടാകും വൃത്രാസുരൻ്റെ പ്രാർത്ഥന, ഭഗവാനെ ഞാൻ അങ്ങേയല്ലാതെ ചെറുപ്പം മുതൽ ഞാൻ ഭഗവാനെ എവിടെ നോക്കിയാലും അങ്ങേയല്ലാണ്ട് മറ്റൊന്നിനെയും ഞാൻ കണ്ടിട്ടില്ല എന്നുള്ള പ്രാർത്ഥിച്ച ആളാണ്. അപ്പോൾ അത്രയ്ക്കും ബ്രഹ്മജ്ഞാനമാണ് അത് കാണിക്കുന്നത്, ആ പ്രാർത്ഥന കാണിക്കുന്നത്. അപ്പം ആ വൃത്രാസുരൻ ഈ അഗ്നിയിൽ നിന്ന് ഉണ്ടായി വന്നു. എന്നിട്ട് വന്ന ഒരു ഉദ്ദേശം നടക്കണമല്ലോ. ഇതെല്ലാം ഒരു കളിയായിരുന്നു വൃത്രാസുരന്. തൻ്റെ ശരീരത്തിൻ്റെ മരണത്തിൻ്റെ അവസാന നിമിഷം വരെ കളിയായിരുന്നു. അപ്പം ഈ കളി തുടങ്ങി, എല്ലാവരും ഉപദ്രവിക്കുന്നതും എല്ലാം ആയിട്ടുള്ള പല പല കളികളെല്ലാം കളിച്ചു. അവസാനം ഇന്ദ്രൻ ഇന്ദ്രൻ്റെ അടുത്ത് യുദ്ധത്തിന് വന്നു. അങ്ങനെ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞ് എന്താ ചെയ്യുക? ഇത് അദ്ദേഹത്തെ ഈ പാലാഴി, അതിനൊരു പ്രോബ്ലം ഉണ്ട് ഇന്ദ്രന് അതിലിടയ്ക്ക്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ദേവേന്ദ്രൻ്റെ വജ്രായുധം പിന്നെ ബാക്കിയുള്ള ദേവന്മാരുടെ ആയുധങ്ങൾ ഇതെല്ലാം പാലാഴി മഥനത്തിൻ്റെ സമയത്ത് ദധീചി മഹർഷിയുടെ കയ്യിൽ സൂക്ഷിക്കാൻ കൊടുത്തു. അപ്പോൾ ദധീചി മഹർഷി എന്ത് ചെയ്തു? ഇതും പേര് നടക്കാൻ പറ്റും, ഇത്ര അധികം ഘനമുള്ള ആയുധങ്ങൾ. അപ്പോൾ എന്ത് ചെയ്തു? അതെല്ലാം കൂടി അതിൻ്റെ ഒരു എസൻസ് എന്ന് പറയുന്ന ഒരു കാര്യം തൻ്റെ ഉദരത്തിൽ ഒളിപ്പിച്ചു. ആ ഉദരത്തിൽ ഒളിപ്പിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി? നട്ടെല്ലിനോട് അത് ചേർന്നു. അപ്പോൾ ആ പൃഷ്ഠത്തിൻ്റെ ആ മേലേക്കുള്ള ആ അസ്ഥിയിലേക്ക് ചേർന്ന് ഈ ആയുധം കയ്യിലില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ശരണം പ്രാപിച്ചു, ഭഗവാനെ ഒരു വഴി കാണിച്ചു തരണം. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ദധീചി മഹർഷിയോട് ആ നട്ടെല്ല് എടുത്തിട്ട് അത് കൊണ്ടൊരു വജ്രായുധം ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് ചെയ്ത സമയത്ത് ആ വജ്രായുധം വിശ്വകർമാവ് അത് നല്ല ഒരു വജ്രായുധം ആക്കി കൊടുത്തു, ആ അസ്ഥി എടുത്തിട്ട്. അപ്പോൾ അതുപയോഗിച്ച് വൃത്രാസുരനെ ജയിച്ചു. വൃത്രാസുരനെ അത് കണ്ട സമയത്ത് വൃത്രാസുരൻ എന്ത് ചെയ്തു? ഓടിപ്പോയി സമുദ്രത്തിൽ ഒളിച്ച സമയത്ത് ഈ സമുദ്രജലം വറ്റിച്ചു. അപ്പോൾ സമുദ്രജലം വറ്റിച്ച് അഗസ്ത്യ മുനി ആ സമുദ്രജലം വറ്റിച്ച് കഴിഞ്ഞ സമയത്തുണ്ട്. ശരിക്കും വൃത്രാസുരനാരാ? മഹാജ്ഞാനിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എൻ്റെ സമയം, ഭൂമിയിലെ സമയം അടുത്തു, എൻ്റെ ഈ വേഷം അഴിക്കാൻ സമയമായി. അദ്ദേഹം നല്ല ബ്രഹ്മനിരതനായിരുന്നു, ബ്രഹ്മജ്ഞാനത്തിൽ ആ സ്വരൂപത്തിൻ്റെ ധ്യാനത്തിൽ ഇരിക്കുകയാണ് ആ ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ. അപ്പോഴാണ് ദേവേന്ദ്രൻ പോയിട്ട് വജ്രായുധം വെച്ച് അദ്ദേഹത്തെ വധിക്കുന്നത്. അപ്പോൾ എന്തായി? വീണ്ടും ബ്രഹ്മഹത്യാ പാപം വരാൻ തുടങ്ങി. അങ്ങനെയാണ് ആദ്യത്തെ ലീല തുടങ്ങുന്നത്, ഇന്ദ്ര പാപമോചനം എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഈ ബ്രഹ്മഹത്യാ പാപം നീക്കാൻ വേണ്ടി ദേവേന്ദ്രൻ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ബൃഹസ്പതി പ്രത്യക്ഷപ്പെട്ടു, ദേവേന്ദ്രനോട് പറഞ്ഞു, ഉച്ചൈസ്രവസ് എന്ന കുതിരയും എടുത്തിട്ട് എല്ലാ പുണ്യക്ഷേത്രങ്ങളിലും കൈലാസം അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പുണ്യക്ഷേത്രങ്ങളിലും പോയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും. അപ്പം അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സ്ഥലത്തുനിന്നും ഈ നിഴല് പോലെ ബ്രഹ്മഹത്യാ പാപം കൂടെ ഉണ്ട്. ഒരു സ്ഥലത്തെത്തിയപ്പോൾ കാണുകയാണ് വലിയ വലിയ വന്യമൃഗങ്ങളും ശാന്തരായിട്ടുള്ള മാന്, മുയൽ മുതലായിട്ടുള്ള ജീവികളും എല്ലാം വളരെ ഒത്തൊരുമയോട് കൂടി ഒരു സ്ഥലത്ത് ഇങ്ങനെ കളിച്ചു നടക്കുന്നു. അപ്പോൾ തോന്നും, ഓ ഇതെന്താ ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത. അവിടെ എത്തിയപ്പോഴേക്കും മനസ്സിന് നല്ല സമാധാനം തോന്നുക. പെട്ടെന്ന് ദേവേന്ദ്രൻ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ബ്രഹ്മഹത്യ അവിടെ ഇല്ല, നിഴൽ പോയിരിക്കുന്നു, ബ്രഹ്മഹത്യാ പാപം പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മനസ്സിലാവും ഇതേതോ വളരെ വിശേഷപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണല്ലോ, മനസ്സിന് നല്ല ശാന്തി കിട്ടുന്നു. അങ്ങനെ എല്ലാവരോടും പറഞ്ഞു ഇവിടെ എന്തോ വിശേഷമുണ്ടെന്ന്. അപ്പോൾ മനസ്സിലാവും
അപ്പോൾ ഒരിങ്ങനെ അന്വേഷിക്കാൻ പറയും ദേവന്മാരോട്. എല്ലാവരും അന്വേഷിച്ചപ്പോൾ അവിടെ ഒരു ശിവലിംഗം കാണാണ്. അപ്പോൾ സ്വയംഭൂവായിട്ടുള്ള ആ ശിവലിംഗം കണ്ട്, അപ്പോൾ അവിടെ അമൃതമൊഴുകുന്ന ശിവലിംഗത്തെ കണ്ട് എല്ലാവരും നിർവൃതി ചെയ്തു. അപ്പോൾ ദേവഗുരു പറയും, ഇത് വിധി പോലെ നമ്മൾ സ്നാനം ചെയ്ത് ഇന്ദ്രവിമാനം ലിംഗത്തിന് അർപ്പിച്ച് ഉടനെ പൂജ ചെയ്യുക. അപ്പം തന്നെ പൂജ ചെയ്യാനും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു, അദ്ദേഹം ഭസ്മരുദ്രാക്ഷങ്ങളൊക്കെ ധരിച്ച് പൂജകളൊക്കെ ചെയ്ത് പിന്നെ തീരുമാനിക്കുകയാണ്, ഇവിടെ കുറച്ച് ദിവസം ഞാൻ താമസിക്കാൻ പോവുകയാണ്, ഇനി ഈ ശിവലിംഗത്തിനോട് അനുബന്ധിച്ചൊരു ക്ഷേത്രം അവിടെ പണിയണം എന്നുള്ള ഒരു തീരുമാനം വരികയാണ്. അങ്ങനെ 8 ദിക്കിൽ അഷ്ടഗജങ്ങളും അതിനു മുകളിൽ സിംഹങ്ങളും 64 ദേവതകളും സൂര്യതേജസ്സിന് വെല്ലുന്ന കനകകുംഭങ്ങളും രത്നങ്ങളും മുത്തുമാലകളും കിങ്കിണിമണികളും ഇങ്ങനെയൊക്കെ ആയി ഉള്ള പ്രാകാരങ്ങളും മണിമണ്ഡപങ്ങളും എല്ലാം ചേർന്ന ഒരു ഗോപുരം തീർക്കാണ്. അങ്ങനെ അപ്പോൾ അങ്ങനെ പരമേശ്വരി ദേവിക്കും വേണ്ടി ഒരു പ്രാസാദങ്ങളും ആലയങ്ങളും എല്ലാം തീർത്തു. അങ്ങനെ 4 ഭാഗത്തും സ്ഫടിക സമാനമായ സോപാനങ്ങൾ ഇതെല്ലാം തീർത്താക്കി ഒരു ക്ഷേത്രം നിർമ്മിച്ചു. അങ്ങനെ ദേവേന്ദ്രൻ നിർമ്മിച്ച ക്ഷേത്രമാണ് ശ്രീകാളഹസ്തി ക്ഷേത്രം. അങ്ങനെ ഒരു പുഷ്പം വെച്ച് പൂജിക്കണമെന്ന് ആഗ്രഹം വരുന്ന സമയത്ത് ഭഗവാൻ സ്വർണ്ണ താമരപ്പൂക്കൾ വിരിയുന്ന ഹേമപത്മിനി തീർത്ഥത്തിൽ സ്വർണ്ണ താമരപ്പൂക്കൾ വിരിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇപ്പോഴും നമ്മൾ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ തീർത്ഥത്തിൽ ഇങ്ങനെ സ്വർണ്ണ താമരകൾ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നതിൻ്റെ ആ സ്മരണയ്ക്ക് വേണ്ടി സ്വർണം പൂശിയ ഒരു താമര അവിടെ വലിയ ഒരു താമരപ്പൂവായിട്ട് ഇങ്ങനെ കാണാം. പിന്നെ ഭഗവാൻ അങ്ങനെ അപരാധങ്ങളെല്ലാം പൊറുക്കണം മഹാദേവ എന്ന് പ്രാർത്ഥിച്ച് പൂജകളൊക്കെ ചെയ്ത് ഭഗവാൻ സന്തോഷമായി, ഭഗവാൻ പ്രീതിപ്പെട്ടു. അങ്ങനെ ഭഗവാൻ പറഞ്ഞു, ഇന്ദ്ര, നീ പ്രതിഷ്ഠിച്ച വിമാനം ഇന്ദ്രവിമാനം എന്ന പേരിൽ പ്രസിദ്ധമായി തീരും. അതുപോലെ തന്നെ അപ്പോൾ ദേവേന്ദ്രൻ്റെ ആഗ്രഹം, എനിക്ക് ഇവിടെ തന്നെ ജീവിച്ച് അങ്ങയുടെ പൂജ ചെയ്തിരുന്നാൽ മതി. ദേവേന്ദ്രൻ്റെ മനസ്സേ മാറി. അപ്പോൾ അതുവരെ ഓരോ ആഗ്രഹങ്ങളുടെ പിന്നാലെ ഓടി നടന്നുകൊണ്ടിരുന്ന ദേവേന്ദ്രൻ്റെ അഹങ്കാരവും എല്ലാം ഈ അല്പകാലത്തേക്ക്, കാരണം പിന്നീട് വരുന്നുണ്ട്. അപ്പം അവിടെ താമസിച്ചത് കൊണ്ടുള്ള ഗുണം കൊണ്ട് ദേവേന്ദ്രൻ്റെ മനസ്സൊക്കെ നല്ല ചിത്തശുദ്ധി വന്നു. പറഞ്ഞു, എനിക്കിവിടെ ജീവിച്ചാൽ മതി ഭഗവാനെ, എനിക്ക് സ്വർഗത്തിലേക്കൊന്നും തിരിച്ചു പോകണ്ട. ഭഗവാൻ പറഞ്ഞു, അത് ശരിയാവില്ല, നിനക്കൊരു ഡ്യൂട്ടി തന്നിട്ടുണ്ട്, അപ്പം നീ തിരിച്ചു പോയേ പറ്റൂ. പക്ഷേ നീ ഇന്ന് എന്നെ പൂജിച്ച ഈ ദിവസം പൗർണമി, എന്താണ് വസന്തകാലവും മേടമാസവും പൗർണമിയും ചിത്തിര നക്ഷത്രവും, ഇപ്പോഴും ചിത്തിര പൗർണമി ആഘോഷം എന്ന് പറഞ്ഞിട്ട് മധുരയിൽ വളരെ വിശേഷമായിട്ടുള്ള സെലിബ്രേഷൻസ് ആഘോഷങ്ങൾ നടക്കുന്ന സമയമാണ്. അത് അഴകരുടെ ക്ഷേത്രത്തിലും ദേവിയുടെയും 3 പേരുടെയും കൂടിയായിട്ടുള്ള ഉത്സവമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ആ ദിവസമാണ് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ആ ദിവസം ദേവേന്ദ്രൻ എല്ലാ വർഷവും, ഭഗവാൻ സമ്മതം കൊടുക്കുകയാണ് ദേവേന്ദ്രന്, എല്ലാ വർഷവും ഇതേ ദിവസം നീ വന്നിട്ട് ഇവിടെ പൂജ ചെയ്യണം, അതിലെനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഭഗവാൻ ഇതൊക്കെ ദർശനം കൊടുത്തിട്ടാണ് പറയുന്നത്. അങ്ങനെ അത് പറഞ്ഞ് ഭഗവാൻ ആ സുന്ദരേശ ലിംഗത്തിൽ അന്തർധാനം ചെയ്തു. അങ്ങനെ ദേവേന്ദ്രൻ തിരിച്ചുപോയി തൻ്റെ കാര്യങ്ങളും എല്ലാം ആയി അങ്ങനെ കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട് തുടർന്നു വന്നു. രണ്ടാമത്തെ ലീല വരുന്നത് അപ്പോൾ ഈ കഥ, ഈ ദേവേന്ദ്രൻ്റെ ബ്രഹ്മഹത്യാ പാപകഥ, ഇത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം നമ്മൾ ഇതിൽ മാത്രമല്ല കേൾക്കുന്നത് എന്നറിയാലോ, ഒരുപാട് കാണുന്നതും കാണാത്തതും ആയിട്ടുള്ള പലരും ഉണ്ടാവും. അപ്പം എല്ലാവർക്കും സർവപാപ മോചനം കിട്ടി, ഭഗവാനിൽ ഭക്തി വർദ്ധിച്ച് ഭഗവാനിൽ ചേരാനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത് ഐരാവതത്തിൻ്റെ ശാപമോചനമാണ് രണ്ടാമത്തത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ ദേവേന്ദ്രൻ വീണ്ടും പഴയ ആളായി. അപ്പം ഐരാവതത്തിലേറി സ്വർഗം പോകി. സിദ്ധചാരണ ഗന്ധർവാദികളും എല്ലാവരും ദിവ്യമായ കാഴ്ച വസ്തുക്കളൊക്കെ സമർപ്പിച്ചു. അപ്പോഴാണ് ദുർവാസാവ് മഹർഷി അവിടെ എത്തുന്നത്. അപ്പോൾ ദേവേന്ദ്രൻ എപ്പോഴും ഉണ്ട്, ആഘോഷം വരുന്ന സമയത്ത് ബാക്കി ഉള്ള ആളുകളെയൊക്കെ മറന്നു പോവാം, ആദരിക്കേണ്ട ആളുകളെയൊക്കെ മറന്നു പോകാമെന്നുള്ളൊരു സ്വഭാവം ദേവേന്ദ്രൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അതേപോലെ ദുർവാസാവ് മഹർഷി വരികയാണ്. ഭഗവാന്റെ സോമസുന്ദര എവിടെ വെച്ചിട്ടാണ്, കാമേശ്വരം എന്ന സ്ഥലത്തുള്ള ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അവിടെ ശിവലിംഗത്തിൽ നിന്ന് വീണ് കഴിഞ്ഞിട്ടുള്ള ഒരു താമരപ്പൂവ്, അതുകൊണ്ട് അത്രയും ഭക്തന്മാർക്കത് വലിയ കാര്യമാണ് അല്ലേ. അപ്പോൾ ബാക്കിയുള്ളവർക്കൊന്നും ഇതൊരു പുഷ്പമല്ലേ, അത് ഏത് കിട്ടുമ്പോഴും അത് വേണ്ട ഒരു ആദരവ് കൊടുത്തിട്ട് വേണം അത് സ്വീകരിക്കാൻ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് കൊടുക്കും, ഇത് ദേവേന്ദ്രന് കൊടുക്കും. ദേവേന്ദ്രൻ എന്ത് ചെയ്യും, വേഗം അതിനെ ഗൗനിക്കാതെ, തൻ്റെ ശിരസിലാണ് വെക്കേണ്ടത്, അത് ഗൗനിക്കാതെ ഐരാവതത്തിൻ്റെ
മസ്തകത്തിൽ വെച്ചു കൊടുത്തു. ഐരാവത് എന്ത് ചെയ്തു, ഒരു നമ്മൾ ഈച്ചകളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആട്ടില്ലേ ആനകൾ തുമ്പിക്കൈ കൊണ്ട്, അതുപോലെ ആട്ടിയിട്ട് തലയങ്ങ് തെറിപ്പിച്ചു. അപ്പം അത് നേരെ നിലത്ത്, ആ താമരപ്പൂ നിലത്ത് വീണ് തൻ്റെ കാലുകൊണ്ട് ആന ചവിട്ടി തേച്ചു. അപ്പോൾ അതോടുകൂടി അതിന് വലിയൊരു ശാപം വന്നു. അപ്പം ആ ശാപത്തിൻ്റെ കഥയാണ് രണ്ടാമത്തെ ലീല. അതെങ്ങനെ ഐരാവതം ശാപശക്തിയാൽ മലിനദേഹത്തോടു കൂടിയും 2 കൊമ്പുകളോട് കൂടിയും എല്ലാമായിട്ട് ഐരാവത്തിനെ ശപിച്ചത് പിന്നെ ഒരു ഭൂമിയിലൊരു കാട്ടാനയായിട്ട് അലയട്ടെ എന്നാണ്. ദേവേന്ദ്രനെ ശപിച്ചത് അതുകൊണ്ട് പാണ്ഡ്യരാജാവ് നിന്റെ ശിരസ് ഉടയ്ക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ശാപം കൊടുത്തു. അപ്പോൾ ദേവേന്ദ്രനും കിട്ടി ശാപം, ഐരാവത്തിനും ശാപം കിട്ടി. അങ്ങനെ കുറച്ച് കാലം അങ്ങനെ ജീവിച്ച് ഈ സുന്ദരേശ്വര ഈ ഭഗവാന്റെ ഈ വംശമാണ് പിന്നെ വരുന്നത്. അപ്പോൾ ഈ വംശത്തിലുള്ള ഈ ഒരു രാജാവ് തന്നെ ദേവേന്ദ്രൻ്റെ കിരീടം ഉടച്ചിട്ട് ആ ശാപം തീർക്കുകയാണ് ചെയ്യുന്നത്. തലയടിച്ച് പൊട്ടിക്കാതെ കിരീടം ഉടച്ചിട്ട്. അപ്പോൾ എന്താ ശാപമോക്ഷം കൊടുത്തതെന്ന് വെച്ചാൽ ദേവേന്ദ്രനും എൻ്റെ ശാപം മാത്രം തീർത്താൽ മതിയാവുകയില്ല. കാശിയിലെ കാമേശ്വരം എന്ന ലിംഗത്തിൽ വെച്ച് കിട്ടിയ പുഷ്പം അതിനെ അധിക്ഷേപിച്ചതുകൊണ്ട് ഹാലാസ്യ ക്ഷേത്രത്തിൽ ചെന്ന് സോമസുന്ദര ലിംഗത്തെ പൂജിച്ചാൽ സർവ്വപാപങ്ങളും തീരും എന്ന് പറയാണ്. അങ്ങനെ പോയി ഒരുപാട് കാലം ഐരാവതം എന്ത് ചെയ്തു, ഐരാവതം ഒരുപാട് കാലം കാട്ടാനയായി അലഞ്ഞ് കറുത്ത നിറായി മാറി. അങ്ങനെ ഒരു ദിവസം അലഞ്ഞ് ഹാലാസ്യത്തിലെത്തുകയും ഹേമപത്മിനി തീർത്ഥത്തിൽ കുളിച്ച് വന്നപ്പോൾ ഐരാവതം വെളുത്ത നിറത്തിലായി 4 കൊമ്പുകൾ വളർന്നു വരികയാണ്. ആ സന്തോഷമായി അവിടെ തന്നെ നിന്ന് ഭഗവാനെ പൂജിച്ച് അവിടെ തന്നെ ഇരുന്ന്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഗജേന്ദ്രന് മടി, അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ പറഞ്ഞു ഭഗവാൻ. പക്ഷെ മടി, അത് പോവില്ല, എനിക്ക് പോകാൻ തോന്നുന്നില്ല എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്തു, ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് പോകാൻ തോന്നുന്നില്ല, എനിക്കും എൻ്റെ ഭക്തനായ എനിക്കും അങ്ങയുടെ വിമാനത്തെ സ്കന്ധങ്ങളിൽ വഹിക്കണം. കുറേ ആനകളാണ് അങ്ങയുടെ വിമാനം വിമാനം എന്ന് പറഞ്ഞാൽ ഗോപുരത്തിൻ്റെ ആ പ്രാസാദത്തിൻ്റെ ഭാഗത്തിനെയാണ് പറയുന്നത്, മേൽഭാഗത്തിനെ. അപ്പോൾ അത് എനിക്കും വേണം. അപ്പോൾ അവിടെ ഒരു ഐരാവത്, ഇപ്പോൾ പാപനാശകമായ പരമേശ്വര ക്ഷേത്രത്തിൽ നിന്ന് വിട്ടുപോകാൻ ഗജേന്ദ്രൻ മടിച്ചു. അപ്പോൾ അത് പശ്ചിമ ഭാഗത്തായി കാൽകൊണ്ട് കുഴിച്ചൊരു തീർത്ഥമുണ്ടാക്കി അതിൻ്റെ സമീപത്തൊരു ശിവലിംഗത്തെയും ഗണനാഥനെയും പ്രതിഷ്ഠിച്ച് വിധി പോലെ പൂജിച്ചു. അപ്പോൾ ഗജേന്ദ്രന് ശാപമോക്ഷം കിട്ടി. അപ്പോൾ ദേവേന്ദ്രൻ ഇത് വിവരറിഞ്ഞ് അവിടെ വന്ന് ഗജേന്ദ്രനെ കൂട്ടിക്കൊണ്ടുവന്ന അതോടുകൂടി രണ്ടാമത്തെ ലീല. അപ്പോൾ ഇതാണ് ഐരാവതത്തിൻ്റെ ശാപമോക്ഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും നമുക്ക് കാണാം ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ ഒരു ഭാഗത്തായിട്ട് ഒരു വെളുത്ത നിറത്തിൽ ഇങ്ങനെ ആനയുടെ ഒരു സ്തംഭമായിട്ട് അവിടെ കാണാം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പല കഥകളും വരുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് സമയമായി കഴിഞ്ഞു. അതുകൊണ്ട് നമുക്ക് ബാക്കി നാളെ നമ്മൾ സമയം ഒക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ജ്യോതിഷ്യം. അപ്പോൾ ബാക്കി നമുക്ക് നാളെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ കഥ ഇതാണ്. അപ്പോൾ നമുക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒറ്റ കാര്യം കൂടി നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഈ മധുര ക്ഷേത്രത്തിൽ പള്ളിയറ പൂജ കഴിഞ്ഞ് ഭഗവാനെ ഉറക്കുന്നൊരു പാട്ടുണ്ട്. അപ്പോൾ ഇന്ന് ശിവരാത്രി ദിവസമാണ്. അപ്പോൾ ആ ഒരു 4 വരി അതെൻ്റെ ഹൃദയത്തിൽ തട്ടിയിട്ടുള്ള ഒരു 4 വരിയാണ്. അപ്പോൾ അതൊന്നും കൂടി പാടി നമ്മളെല്ലാവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഭഗവാനെയും ദേവിയെയും ഉറക്കാനുള്ള ആ ഒരു സങ്കല്പത്തോടു കൂടി, ഈ ഒരു സങ്കല്പം എന്ന് പറയുന്നത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ഒരു സംയോജനത്തിൻ്റെ ഒരു നിമിഷം പോലെയാണ് ആ പള്ളിയറ പൂജകൾ അനുഭവപ്പെട്ടിട്ടുള്ളത്. പകൽ മുഴുവൻ നമ്മൾ ശരീരം വെച്ച് ഇങ്ങനെ പലതും കളിച്ച് രാത്രി നമ്മൾ നിദ്രയിലേക്ക് പോയി സുഷുപ്തി അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വരൂപത്തിൽ ആരുമില്ല, നമ്മളെ കൂടെ നമ്മൾ സ്വരൂപത്തിലിരിക്കുകയാണ്. അതുപോലെ ദേവി പകൽ മുഴുവൻ എല്ലാ കളിയും എല്ലാം ചെയ്ത് കഴിഞ്ഞ് രാത്രിയായി കഴിയുമ്പോൾ ഭഗവാൻ തൻ്റെ നാഥനായ പ്രാണേശ്വരനായ ഭഗവാനെ ആത്മസ്വരൂപമായ ഭഗവാനിൽ അലിയുന്ന ഒരു പ്രതീകം കൂടിയാണ് ഈ പള്ളിയറ പൂജ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതും കൂടി ഒന്ന് പാടി എല്ലാവരും മനസ്സിൽ ഭഗവാനെ നല്ലോണം ധ്യാനിച്ച് നമ്മളെ പ്രാർത്ഥനയും എല്ലാം ഭഗവാന്റെ പാദങ്ങളിൽ വെക്കുന്നു. ഇത് തമിഴിലാണ്, ഒരു 4 വരിയാണ്. ഭൂലോക കൈലാസ ഭൂലോക കൈലാസ പുണ്യമായി മാം മധുരാപുരി പുണ്യമായി മാം മധുരാപുരി
हालास्ये सुन्दरेश हालास्ये सुन्दरेश സദാനന്ദമേ കൺവളരായ് സദാനന്ദമേ കൺവളരായ്. ഓം കരചരണകൃതം വാക്കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതത് ക്ഷമസ്വ. ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ ശംഭോ മഹാദേവ. ഹര ഹര നമ പാർവതീപദേ. ഹര ഹര മഹാദേവ. നമ ശിവായ.